ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമിയുടെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും 9th ഫുൾ പോർഷൻസും നമ്മുടെ ബയോളജിയുടെ ഫുൾ പോർഷൻസ് കവർ ചെയ്ത് ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് നമ്മുടെ പരീക്ഷ എന്ന് മാത്രം എന്താണ് പരീക്ഷ ഡേറ്റൊക്കെ നമുക്കറിയാം, എഴുതാനായിട്ട് ഹോളിലോട്ട് ചെന്നാൽ മതി എന്നുള്ള കണ്ടീഷനിലാണ് നമ്മളിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ 9th ആദ്യമേ വന്ന ഉദ്ദേശം നമുക്ക് ആദ്യമായി പറഞ്ഞേക്കാം. 9th നമ്മുടെ ബയോളജിയിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാനാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ വെച്ചിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും റെഡിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു 100 കുട്ടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊരു 10 പേരെന്താണ് കംപ്ലീറ്റ്ലി ഫുൾ സെറ്റാണ്, ജസ്റ്റ് സെഷൻ ചുമ്മാ ഒന്ന് കാണുവാണ് അല്ലേ? അവർക്ക് എന്താണ് ഒന്നും ഇനി എക്സ്ട്രാ കിട്ടുന്ന പോയിൻറ്റ്സ് വരെ ആഡ് ചെയ്ത് പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്, ശരിയല്ലേ? പക്ഷേ അടുത്ത ഒരു 20 പേര് 30 പേര് എന്നൊരു കാറ്റഗറി കുറേ പഠിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. അതിൽ പിന്നെയും ഒരു 10 പേരോ 20 പേരോ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ക്ലാസ്സൊക്കെ നോട്ട്സൊക്കെ കണ്ട്, നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ട് അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് സെൽഫ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? അവസാനം നമുക്ക് ആരുടെ ഹെൽപ്പും വേണ്ട, നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ സെൽഫ് സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടീംസ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. സോ എല്ലാവർക്കും ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെഷൻ ഇന്ന് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും റെഡിയാണ്, ഫുൾ സെറ്റാണ്. നമുക്ക് എന്തൊക്കെയാണ് ആദ്യം ഒരു ടിപ്പായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ എക്സാമാണ്. അപ്പോൾ നമ്മുടെ എക്സാമിങ് വളരെ അടുത്താണല്ലോ, ഇനി അധികം ടൈം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ഉറപ്പായിട്ടും നമ്മുടെ 9th എക്സാം എന്ന് പറയുന്നത് വളരെ 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 അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻസ് വളരെ ഷാർപ്പാക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് പറയട്ടെ. നിങ്ങളിപ്പോൾ പോർഷൻസ് എല്ലാം ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും, പഠിച്ച് തീരാത്തവരുണ്ടായിരിക്കും. എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ പഠിച്ചവരെന്തിനാണ് ഞാൻ കേൾക്കുന്നതെന്ന് കരുതരുത്, ഓക്കെ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഒരേപോലെ പോർഷൻസ് നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് നമുക്കുണ്ടോ ആ ചാപ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, ഒരു റൗണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ നമുക്കൊരു 5 ചാപ്റ്റർ ഉണ്ട്, ഒരു 4 ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാനുണ്ട്, ബാക്കിയൊക്കെ നമ്മുടെ നോട്ടും കാര്യങ്ങളുണ്ട്. എന്നാലും പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു 5 ചാപ്റ്റർ പഠിക്കാനുണ്ടെന്ന് കരുതുക. ഈ 5 ചാപ്റ്റർ എന്ത് ചെയ്യുക, ഫുള്ള് പഠിച്ച് തീർക്കുക. അപ്പം നിങ്ങൾ പറയും, ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ 5 ചാപ്റ്റർ എങ്ങനെ പഠിച്ച് തീർക്കും? 5 ചാപ്റ്റർ പഠിച്ച് തീർക്കാമെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ടൈം വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പിക്ക് ചെയ്ത് പഠിച്ചു പോവുക. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഓക്കെ? എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് ഫുള്ളിരുന്ന് ബയോളജി പഠിക്കാനല്ല ഞാൻ പറയുന്നത്, നമ്മൾ ബയോളജി നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 10th ആണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് ഇനി പ്രാവർത്തികമാക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത വർഷമെങ്കിലും ഇതൊന്ന് പ്രാവർത്തികമാക്കി തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അത് റിവൈസ് ചെയ്യുക. പിന്നെ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം ഫുൾ ഡേ നമ്മൾ ഫോക്കസ് ചെയ്യരുത്, ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്യണം, കുഞ്ഞു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് സെഷൻസ് ടൈം ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരു ½ ആൻ അവർ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു 1 hour ഒരു സബ്ജക്റ്റിന് എങ്ങനെയാണ് നിങ്ങളുടെ IQ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. ചിലർക്ക് ഫാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തലയിൽ കയറുന്നവരുണ്ട്, ഒരു തവണ ഒന്ന് നോക്കിയാൽ മതി അപ്പോഴേ ഫുൾ സെറ്റ് ആവുന്നവരുണ്ട്, 5 തവണ വായിച്ചാലും മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ 2-3 തവണ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ മനസ്സിലാവും. പിന്നെ കുഞ്ഞു കോഡ് ഉണ്ടാക്കി വയ്ക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക. പഠിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ എല്ലാമായി എന്നുള്ളൊരു സെറ്റ് വരുന്നില്ല. ഫുൾ ചാപ്റ്റർ ഞാൻ കവർ ചെയ്തു അല്ലേ, മിസ്സ് പറഞ്ഞു 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 5 ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ പറഞ്ഞു, ഫുള്ളായോ? ഇല്ല. ഇനി എന്താ വേണ്ടത്, നമ്മൾ ആക്ച്വലി ആദ്യമേ തുടങ്ങണമായിരുന്നു അല്ലേ? അപ്പോൾ എവിടുന്ന് തുടങ്ങേണ്ടത്, PYQ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസും എൻഡ് എക്സാം ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്ത് എന്ത് ചെയ്യണം, അത് വർക്കൗട്ട് ചെയ്ത് വേണം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്, നമ്മുടെ പഠിത്തത്തിൻ്റെ ആ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് പാറ്റേൺ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നൊരു ഉത്തമമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ സെഷൻ്റെ കൂടെയും നമുക്ക് കുറേ മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ പരിചയപ്പെട്ട് പോകാം. അപ്പോൾ ഈ സെഷനിൽ നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ളതും നിങ്ങൾ പരിചയപ്പെട്ടതും നിങ്ങൾ എഴുതിയിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. കാര്യം എന്താണ്, മോഡൽ ക്വസ്റ്റ്യൻസിൽ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്, ഓക്കെ ആണോ? അപ്പോൾ ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എത്ര പഠിച്ചു വെച്ചാൽ എനിക്ക് കണ്ടൻറ്റ് എല്ലാം അറിയാം എന്ന് പറഞ്ഞു വെച്ചിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെത്തേഡ് വേറെ ആയിരിക്കും. അപ്പോൾ ഇനി പരീക്ഷ എഴുതുന്നതിനെ കുറിച്ചും കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഉറപ്പായിട്ടും പ്രോപ്പറായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. 2, ക്വസ്റ്റ്യൻ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. എന്നുവെച്ചാൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം, എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ടൈം ഒന്ന് ചെക്ക് ചെയ്തോളണം. ഇത്ര ടൈം, ഒരിക്കലും സമയം തീരുമ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് മേടിച്ചുകൊണ്ട് പോകുന്ന രീതിക്ക് എഴുതാൻ ആരും നിൽക്കരുത്. എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഇരുന്ന് എഴുതി തീർന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് എടുത്ത് ഒന്ന് റിവൈസ് ഒന്ന് മറിച്ച് നോക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്പേഴ്സ് കറക്റ്റായിട്ട് ഇടുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിക്കാം. അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ചിലതിന് ഓപ്ഷൻസ് കാണത്തില്ല, ഡയറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാണ് ഉത്തരം എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എന്താണ്, ഓക്കെയാണ്. ഇതൊന്നും എഴുതി അതുപോലെ എടുത്ത് വെച്ച് പഠിക്കാനല്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നുന്നത് മാത്രം എന്ത് ചെയ്താൽ, ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്ത് എഴുതി എടുത്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. റൈറ്റ്, അറിയാലോ അത്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫോട്ടോസിന്തസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ പ്ലാന്റ്സിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? നമ്മുടെ സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അനലൈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗിവ് റീസൺ. എന്തുകൊണ്ടാണ് അതിനെ ഗ്ലൂക്കോസായിട്ട് സ്റ്റോർ ചെയ്യാണ്ട് സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉത്തരം നമുക്കിപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും ഉത്തരമുണ്ട്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ഇൻസോളിബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് സോളിബിൾ ഇൻ വാട്ടർ. കറക്റ്റ് ആണോ? ഗ്ലൂക്കോസ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നു? ഇൻസോളിബിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആണോ? അല്ല. നമുക്ക് അപ്പം തന്നെ ഇത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് വിടാം. ഇത് തെറ്റാണ്. എല്ലാവർക്കും കിട്ടിയോ? തെറ്റായിട്ട് തന്നെ കിട്ടിയോ? ഇനി ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് ആർ ഇൻസോളിബിൾ ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് ഇൻസോളിബിൾ എന്ന് കണ്ടപ്പോൾ തന്നെ എന്തായി ഈ ഓപ്ഷൻ? ഇത് തെറ്റായി. ഓക്കെ അല്ലേ? ഗ്ലൂക്കോസ് ഈസ് സോളിബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് ഇൻസോളിബിൾ ഇൻ വാട്ടർ. ഇതാ കിടക്കുന്നു. നമ്മുടെ ഗ്ലൂക്കോസ് എന്താണ്? ഇറ്റ് ഈസ് സോളിബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് ഇൻസോളിബിൾ. ഇതെന്താണ്? ശരിയാണെന്ന് നമുക്കറിയാം. അടുത്ത ഓപ്ഷൻ കൂടെ നമുക്ക് വായിക്കാം. ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് ആർ സോളിബിൾ ഇൻ വാട്ടർ. കറക്റ്റ് ആണോ? ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് എവിടെ ആണോ? രണ്ടും ലയിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മുടെ ഉത്തരം എന്ത് തന്നെയാണ്? നമുക്കറിയാം, ഫോട്ടോസിന്തസിൻ്റെ ഫലമായി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടായി വരുന്നു. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ ഗ്ലൂക്കോസ് എന്താണ്? ഇൻസോളിബിൾ ഇൻ വാട്ടർ ആണോ? അല്ല. പകരം അവരെന്താണ്? അവർ സോളിബിൾ ഇൻ വാട്ടർ ആണ്. ഓക്കെ ആണോ? ദേ ആർ സോളിബിൾ ഇൻ വാട്ടർ. പെട്ടെന്ന് എന്ത് ചെയ്യും? റിയാക്ഷനൊക്കെ നടന്ന് അങ്ങ് പോകും. അപ്പോൾ നമുക്കത് കിട്ടുമോ? ഇല്ല. അതിന് പകരം അവർ എന്ത് ചെയ്യും? ഇൻസോൾബിൾ ഫോമായ സ്റ്റാർച്ചിൽ പ്ലാന്റ് സൂക്ഷിച്ച് വെക്കുന്നു. ആ പോയിന്റ് കിട്ടിയോ? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോട്ടോസിന്തസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന് എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് സോളിബിൾ ഇൻ വാട്ടർ ആയതുകൊണ്ട് അതിനെ നേരെ എടുത്ത് ഇൻസോളിബിൾ സ്റ്റാർച്ചായിട്ട് അവർ സംഭരിച്ച് വെക്കുന്നു. ഭാവി ആവശ്യങ്ങൾ വേണ്ടേ? സേവ് ചെയ്യണ്ടേ? പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പൈസ നമ്മൾ കുടുക്കയിലെടുത്ത് സൂക്ഷിച്ച് വെക്കില്ലേ? അതുപോലെ അവർ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി സൂക്ഷിച്ച് വെക്കുന്നു. ഓക്കെ ആണോ പോയിന്റ്? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും ഉത്തരം ഇത് തന്നെയാണോ കിട്ടിയത്? നിങ്ങളുടെ ഉത്തരം ഇത് തന്നെയാണോ കിട്ടിയത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പ്ലീൻ, ബോൺ മാരോ ആൻഡ് ദ തൈമസ് ഗ്ലാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഡാഷ് സിസ്റ്റം. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ഏതോ ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച ഏതോ ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സ്പ്ലീനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബോൺ മാരോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, തൈമസ് ഗ്ലാൻഡ്, ഇതെല്ലാം കൂടെ ചേർന്നൊരു സിസ്റ്റം ഉണ്ട്. ഏതാണ്? നമ്മുടെ അത് തന്നെ ഉത്തരം പോരട്ടെ. എന്താണ് ആ ഉത്തരം? എന്താണ്? നിങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്താണ് ഉത്തരം? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. കിട്ടിയോ നിങ്ങൾക്ക്? എന്തുണ്ട്? സ്പ്ലീൻ വന്നു, ബോൺ മാരോ വന്നു, തൈമസ് ഗ്ലാൻഡ് വന്നു. ഇതെല്ലാം കൂടെ വരുന്ന സിസ്റ്റത്തിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയോ അത് നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. അങ്ങനെ നിങ്ങൾ കുഴപ്പിച്ച ഒരു ക്വസ്റ്റൻ അല്ല അത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലുമുള്ള സമയം തരുന്നതിന് മുന്നേ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Complete A and B appropriately in the given flow chart showing the formation of vitamins from glucose in plants. ഓക്കെ ആണോ? അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഈ ഫ്ലോ ചാർട്ടിൽ വൈറ്റമിൻസ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിൽ നിന്ന് നേരിട്ട് വൈറ്റമിൻ ഉണ്ടാവുമോ? ഇല്ല. ഇടയ്ക്ക് ആരൊക്കെ വരുന്നുണ്ട്? ഒരു എ പ്രോഡക്റ്റും ഒരു ബി പ്രോഡക്റ്റും വരുന്നുണ്ട്. ഇവർ ആരൊക്കെയാണെന്ന് പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗ്ലൂക്കോസിൽ നിന്ന് വൈറ്റമിൻസ് ഉണ്ടാകുന്നതിനിടയ്ക്ക് നമുക്ക് വരുന്ന ആരൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് നേരെ എന്തായി കൺവേർട്ട് ചെയ്യുന്നു? സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കിട്ടിയോ നിങ്ങൾക്കത്? ഈ സ്റ്റാർച്ച് പിന്നെ എന്താവുന്നു?
സ്റ്റാർച്ച് സൂക്രോസ് ആകുന്നു. ഓക്കെ ആണോ? സ്റ്റാർച്ചും സൂക്രോസും നിങ്ങൾക്ക് കിട്ടിയോ? പിന്നീടാണ് എന്തിൻ്റെ പ്രൊഡക്ഷൻസ് ഒക്കെ വരുന്നത്? നമ്മുടെ ബാക്കിയുള്ള പ്രോഡക്ട്സുകൾ വരുന്നത്, വൈറ്റമിൻസ് ഉണ്ടാകുന്നത്. അപ്പം ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർച്ച്, സ്റ്റാർച്ചിൽ നിന്ന് സുക്രോസ്, സുക്രോസിൽ നിന്ന് വൈറ്റമിൻസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th വൺ, ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിളി. നോക്കാം. കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയും. ഓക്കെ ആണോ? അടുത്തത്, റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസിനെ അപ്പോൾ എന്തെന്ന് പറയും? ക്വസ്റ്റ്യൻ എവിടെ നിന്നാണെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ നേരെ ഈ ഒരു ഘട്ടന കാണുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഓറിക്കിൾ വരുന്നു, വെൻട്രിക്കിൾ വരുന്നു, ഓറിക്കിളിൻ്റെ കോൺട്രാക്ഷൻ വരുന്നു, ഓറിക്കുലാർ നമ്മുടെ ഓറിക്കുലാർ സിസ്റ്റോൾ വരുന്നു. ദെൻ വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷൻ വരുന്നു, വെൻട്രിക്കുലാർ സിസ്റ്റോൾ വരുന്നു. ഓക്കെ ആണോ? ഓറിക്കിൾസിൻ്റെ ഏട്രിയയുടെ വന്നപ്പോൾ എന്തായി? ഓറിക്കുലാർ സിസ്റ്റോളായി. അതേസമയം കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിളായപ്പോൾ എന്തായി? വെൻട്രിക്കുലാർ സിസ്റ്റോളായി. ഓക്കെ ആണോ? അതുപോലെ റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. അപ്പോൾ ഇവിടെ റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് നമുക്കറിയാം എന്തൊക്കെയാണത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റോൾ എന്നും പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? ഡയസ്റ്റോൾ എന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? സിസ്റ്റോളും ഡയസ്റ്റോളും. അതിൽ സിസ്റ്റോളിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾ ആണെങ്കിൽ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്നും, കോൺട്രാക്ഷൻ ഓഫ് ഓറിക്കിൾ ആയിരുന്നെങ്കിൽ ഓറിക്കുലാർ സിസ്റ്റോൾ എന്നും പറഞ്ഞേനെ. ഓക്കെ അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ബോത്ത് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ. രണ്ടും കൂടെ വരുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും നമ്മൾ കോൺട്രാക്ഷൻ പറഞ്ഞു. ഇനി റിലാക്സേഷൻ പറയും. റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിലാക്സേഷനാണ്. റിലാക്സേഷനിൽ എന്താ വരുന്നത്? ഡയസ്റ്റോൾ ആണ് വരുന്നത്. ആ രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഓറിക്കിൾസ് ഉണ്ട്, വെൻട്രിക്കിൾസ് ഉണ്ട്. രണ്ടിൻ്റെയും കോൺട്രാക്ഷൻ എന്താണ്? സിസ്റ്റോളാണ്. അപ്പോൾ അത് ഓറിക്കുലാർ സിസ്റ്റോളും ഉണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോളും ഉണ്ട്. കിട്ടിയോ പോയിന്റ്? ഇത് കഴിഞ്ഞതിന് ശേഷം ഓറിക്കിൾസും വെൻട്രിക്കിൾസും എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും, പഴയ സ്റ്റേറ്റിലേക്ക് പോകും. ആ സമയത്താണ് ബ്ലഡ് വന്ന് ഹാർട്ടിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ആ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? ഡയസ്റ്റോളാണ് സംഭവിക്കുന്നത്. രണ്ടിൻ്റെയും പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? ജോയിൻ്റ് ഡയസ്റ്റോൾ സംഭവിച്ചു. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കറക്റ്റ് ആ കഥ മനസ്സിലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എഴുതാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്ട്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ലൊക്കേറ്റഡ് ഇൻ ദ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. ഫസ്റ്റ് പോയിന്റ് അവർ തന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കുക. ലൊക്കേറ്റഡ് ഇൻ ദ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൻ്റെ വാളിൽ നമ്മുടെ ഹേർട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഹേർട്ട് ഇങ്ങനെയൊന്നും അല്ലേ ഇരിക്കുന്നത് അല്ലേ? ഹേർട്ടിൻ്റെ ഈ വാളിൻ്റെ ഇവിടെ ആയിട്ടൊരു സാധനം ഉണ്ടത്, റൈറ്റ് ഏട്രിയത്തിൻ്റെ അവിടെ. ഇറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഇമ്പൾസ്. ഇപ്പം തന്നെ ഉത്തരം എല്ലാവർക്കും കിട്ടിയോ? എത്ര പേർക്ക് ഉത്തരം കിട്ടി? ഒന്ന് കമൻറ്റ് ചെയ്തേ. എത്ര എണ്ണം കിട്ടി? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈറ്റ് ഏട്രിയത്തിനകത്തുള്ള ആ ഒരു സ്ട്രക്ചർ, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നിങ്ങളുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനു ഏട്രിയൽ നോഡ് എന്ന് വിളിക്കുന്നു. സിനു ഏട്രിയൽ നോഡ് എന്ന് വിളിക്കുന്നു. അതായത് SA നോഡ് എന്ന് വിളിക്കുന്നു. SA നോഡ്, സിനു ഏട്രിയൽ നോഡ്. ഓക്കെ ആണോ? സിനു ഏട്രിയൽ നോഡ്. ഇനി ഇതല്ല, ചിലരെന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്നൊക്കെ കണ്ടിട്ട് അപ്പം തന്നെ എന്ത് ആൻസർ എഴുതി വയ്ക്കും? പേസ് മേക്കർ എന്ന് പറയുന്ന ആൻസർ എഴുതും. എന്നാലും പ്രശ്നമില്ല, മാർക്ക് കിട്ടും. മോർ ബെറ്റർ നിങ്ങൾ എന്ത് എഴുതുക? സിനു ഏട്രിയൽ നോഡ് എഴുതുക. പിന്നെ ഇൻ കേസ് പേസ് മേക്കർ എഴുതിയാൽ എന്ത് കിട്ടും? മാർക്ക് കിട്ടും. പക്ഷെ നന്നായിട്ട് എന്ത് എഴുതുക? ഫുൾ മാർക്കിന് വേണ്ടി നമുക്ക് അയ്യോ പേസ് മേക്കർ, എനിക്ക് സിനു ഏട്രിയൽ നോഡെന്നൊക്കെ അറിയാം, പക്ഷെ ഞാൻ എന്ത് എഴുതൂ? പേസ് മേക്കർ എന്ന് എഴുതൂ എന്ന് ചിന്തിക്കരുത്. SA നോഡെന്ന പേര് കിട്ടാത്തവരെന്ത് ചെയ്യുക? പേസ് മേക്കർ എന്ന് എഴുതുക. അല്ലാത്തവരെന്ത് ചെയ്യണം? അത് തന്നെ എഴുതണം. ഓക്കെ ആണോ? നമ്മുടെ സയൻറ്റിഫിക് ടേംസ് തന്നെ എപ്പോഴും എഴുതാൻ ശീലിക്കണം കേട്ടോ. ഇനി 6th വൺ, ഫൈൻഡ് ഔട്ട് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ ഫ്രം ദ ഫോളോയിങ്. ലിവറിൻ്റെ എന്തൊക്കെയോ ഫംഗ്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, കുറേ ഫംഗ്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ലിവറിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് പറയണം. ഫസ്റ്റ് നോക്കാം. മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ സെഗ്മെൻറ്റേഷൻ. ആണോ? അതെവിടെ? ലിവറിലാണോ? അല്ല, നമുക്കറിയാം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ കാര്യം നമുക്കറിയാം. ഡൈജസ്റ്റ് ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് വെച്ച് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ആരാണ്? ലിവറാണ്. അതല്ല. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടേക്സ് പ്ലേസ്. അത് അവിടെയാണ് നടക്കുന്നത്, നമ്മുടെ വില്ലയിലാണ് നടക്കുന്നത് അല്ലേ? ബ്രേക്സ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. നമ്മുടെ ഉത്തരം ദേ കിടക്കുന്നു. ഓപ്ഷൻ ഈ കാണുന്നതാണ്. ബ്രേക്സ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ബാക്കിൻ്റെ ഓപ്ഷൻസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇത് തന്നിരിക്കുന്നതിൽ ലിവറിൻ്റെതാണ് ഇപ്പം ചോദിച്ചത്. വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്
മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് മെയ്ഡ് ബൈ പോസിബിൾ സെഗ്മെൻറ്റേഷൻ. ഇത് നമുക്ക് എന്ത് പറയാം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് പറഞ്ഞൂടെ, ഫുഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലോട്ട് മൂവ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന ആ പ്രോസസ്സിൻ്റെ കാര്യമാണ്. അത് വേണമെങ്കിൽ ഒരു മാർക്ക് ക്വസ്റ്റനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ വില്ലയിലാണ് ആ പ്രോസസ്സ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ ഒരു ഫിഗർ അറ്റത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലായി എന്താണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. 7th one, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ദി സെൽ ഓർഗനൽ. ഫിഗറൊക്കെ കണ്ടപ്പോൾ തന്നെ ഉത്തരം നമ്മുടെ മൈൻഡിൽ എത്തിയിട്ടുണ്ട്. ഏതാണ് ഈ ഒരു സെൽ ഓർഗനൽ, ഇതിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണ്? നമ്മുടെ ക്രെബ്സ് സൈക്കിളാണ് അല്ലേ, എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ ചോദിക്കാം? ഇങ്ങനെയൊക്കെ വലിച്ചു നീട്ടിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മൈറ്റോകോൺട്രിയലാണോ ഏതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, നമ്മൾ ഉത്തരം എഴുതും, ക്രെബ്സ് സൈക്കിൾ എന്ന് എഴുതും. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് എഴുതുന്നവർക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ക്രെബ്സ് സൈക്കിൾ എന്നോ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നോ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8th one, find out the odd one and write down the common features of others. ഓക്കെ, സ്പ്ലീൻ, ബോൺ മാരോ, പാൻക്രിയാസ്, തൈമസ് ഗ്ലാൻഡ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നും ഓഡ് വൺ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അതിനെ പിടിച്ച് മാറ്റി നിർത്തുന്ന ആ ഒരു ഫീച്ചർ എന്താണെന്നും കൂടെ നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പ്ലീൻ, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തേ ഉള്ളൂ. സെക്കൻഡ് വൺ, അത് ഇത് മൂന്നും എന്താണ്? ഇവർ മൂന്നും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നവരാണ്. കറക്റ്റാണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നവരാണ്. അതേസമയം പാങ്ക്രിയാസ് എന്തല്ല, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നതല്ല. നമ്മൾ നേരെ എടുത്ത് പുറത്ത് കളയുന്നു, ഇവിടെ ഇരിക്കണ്ട അല്ലേ. അപ്പോൾ ഓഡ് വൺ ഔട്ടിനെ കണ്ടെത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെമ്മറിയിലും ഉണ്ടായിരിക്കണം അല്ലേ. പഠിച്ചുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ ചാപ്റ്റർ ഫുള്ള് വായിച്ചിട്ടുണ്ട്, 2 തവണ വായിച്ചു, ഞാൻ ഒരു തവണ ഫുള്ള് ക്ലാസ് കണ്ടു, പഠിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം ഉണ്ടോ? ഇല്ല. എത്രയായാലും നമുക്ക് എന്ത് ചെയ്യും? മറന്നു പോകും. മനുഷ്യരല്ലേ, നമ്മൾ മറന്നു പോകും. സോ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം, ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇങ്ങോട്ട് പക്ക ഇരിക്കുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷനും അടിക്കരുത്, മാക്സിമം കൂളായിട്ട് നോക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 9th one. ഓക്കെ, പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആർ ഗിവൺ ബിലോ. അനലൈസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോസിന്തസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഈ ഒരു സാധനം നിങ്ങൾ പക്ക നോക്കിക്കൊള്ളണം. നിങ്ങൾക്ക് എന്ത് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ ഡാർക്ക് ചെയ്ത് തരണം എന്നില്ല. ക്വസ്റ്റ്യൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചുമ്മാ എഴുതി പോയിരിക്കുമ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിക്കൊള്ളണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഡ്യൂറിങ് ഡാർക്ക് ഫേസ് വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഡ്യൂറിങ് ഡാർക്ക് ഫേസ് ആണോ? വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നിങ്ങൾ ഉത്തരം ഒന്ന് ചെയ്ത് നോക്കിയേ, ഇതാണോ? അടുത്തത് വായിക്കാം. ഡ്യൂറിങ് ലൈറ്റ് ഫേസ് ഓക്സിജൻ ഈസ് എക്സ്പെൽഡ്. ഡ്യൂറിങ് ലൈറ്റ് ഫേസ് ഓക്സിജൻ ഈസ് എക്സ്പെൽഡ്. ഇതാവാൻ സാധ്യതയുണ്ടോ? നോക്കാം. ഡ്യൂറിങ് ഡാർക്ക് ഫേസ് ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആണോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡും തേർഡും എന്താണ്? ശരിയാണ്. എത്ര പേർക്ക് കിട്ടിയത്? നമുക്കറിയാം ലൈറ്റ് ഫേസിലാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ എക്സ്പെൽ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഡാർക്ക് ഫേസിലാണ് എന്തുണ്ടാകുന്നത്? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത് എന്തൊക്കെ കമ്പൈൻ ചെയ്തിട്ട്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റും 2, 3 ശരിയുമാണ്. ഓക്കെ അല്ലേ? ഒന്നാമത്തേത് വന്നിട്ട് തെറ്റും 2, 3 വന്നിട്ട് ശരിയുമാണ്. കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തത് 10th ക്വസ്റ്റ്യൻ ആണ്. സർട്ടൻ ഹിൻസ് റിലേറ്റഡ് ടു എ ബോൺ ഡിസീസസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഹിൻഡ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഡിസീസ് എന്ന് കണ്ടെത്തുക. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസീസസിന് മാത്രമല്ല ചോദിക്കുക, നമുക്ക് കുറേ ഡിസീസസ് പഠിക്കാനുണ്ടായിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഫീച്ചേഴ്സ് തന്നിട്ട് ആ പ്രോസസ്സ് ഏതാണെന്ന് ചോദിക്കാം. നമ്മുടെ ഡിഫ്യൂഷൻസ്, ഓസ്മോസിസ് അങ്ങനെയുള്ള പ്രോസസ്സുകൾ തന്നിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, ഇപ്പോൾ ഗ്രാനൈലിലെ കുറച്ച് കാര്യങ്ങൾ കുറേ പോയിന്റ് തന്നിട്ട് ഇതെവിടെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ താഴെ ഹിന്ദി എന്നേക്കും തന്നിരിക്കുന്ന ഏതാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, കണ്ടന്റ് മാറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് ബോൺസ് ഡിറ്റീരിയോട്സ് ആസ് ദേ ബിക്കം പോറസ്. നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുമെന്ന്. നമ്മുടെ ബോൺ ഇങ്ങനെ ഇരിക്കുകയാണ്, ബോണിൻ്റെ നല്ല തിക്കിലിരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് വരുന്നു? അവർ പോറസായി മാറുന്നു. ഓക്കെ,
ഇപ്പം തന്നെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏത് വേർഡുണ്ട് ക്വസ്റ്റിനിൽ നമുക്ക് എവിടെ ഈ ഒരു വേർഡ് ഉള്ളതുകൊണ്ട്, പോറസ് എന്ന വേർഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും. ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കാൽഷ്യം ദാ അടക്കുന്നു. നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് അല്ലേ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഏതാണ് അസുഖം? നമുക്കറിയാം, നമ്മുടെ ഓസ്റ്റിയോപോറോസിസ്. എത്ര പേർക്ക് ഉത്തരം കിട്ടി കറക്റ്റായിട്ട്? ഓസ്റ്റിയോപോറോസിസ് കിട്ടിയോ നിങ്ങൾക്ക്? നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് പോറസ് ആയിട്ട് മിക്കവാറും അത് എന്തൊക്കെ കൊണ്ടുവരാം? പ്രോട്ടീൻ്റെയോ വൈറ്റമിൻ ഡിയുടെയോ കാൽഷ്യത്തിൻ്റെയൊക്കെ അഭാവം കൊണ്ട് നമുക്കുണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. കിട്ടിയോ അത്? ഓക്കെ. അപ്പോൾ 11th question. Choose and write down the correct answer by analyzing the statement and reason given below. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റും റീസണും തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡൈല്യൂട്ടഡ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി വെൻ എക്സൈൽഡ് എയർ ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് നോക്കാം. ഡൈല്യൂട്ടഡ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി, എന്തായി മാറുന്നു? മിൽക്കി ആയിട്ട് മാറുന്നു. വെൻ എക്സൈൽഡ് എയർ, അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എക്സൈൽഡ് എയറിൽ എന്താണ് കൂടുതലായിട്ടുള്ളത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഹയർ ഇൻ എക്സൈൽഡ് എയർ. അത് നമ്മുടെ എന്തായിട്ട് തന്നിട്ടുണ്ട്? റീസൺ ആയിട്ട് തന്നിട്ടുണ്ട്. എക്സൈൽഡ് എയറിൽ എന്ത് കൂടുതലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നാണ്? എക്സൈൽഡ് എയറിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്താവുന്നു? മിൽക്കി ആവുന്നു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്, റീസൺ കറക്റ്റ്. തെറ്റല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, റീസൺ ഇൻകറക്റ്റ്. തെറ്റല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ്. അതും തെറ്റല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. വളരെ കറക്റ്റാണ്. നമുക്കറിയാം എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് എന്തായി മാറും? ലൈം വാട്ടർ എന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും. കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിച്ചുകൊണ്ടുവന്ന പോയിന്റ് ഇത്തിരി എന്താണ് വൃത്തിയായിട്ട് വലുതാക്കി ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉത്തരം മാറുമോ? മാറരുത്. പോയിന്റ് കൺസെപ്റ്റിന് ക്ലാരിറ്റി ഉള്ളവർക്ക് എന്ത് പറ്റത്തില്ല? ഉത്തരം തെറ്റില്ല. ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. 12th question. Joints and their characteristics are given as incorrect pairs. ഓക്കെ, ഇവിടെ നമ്മുടെ കുറേ ജോയിൻസിൻ്റെ പേരും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അതെന്തായിട്ടാണ് തന്നിരിക്കുന്നത്? മിസ്മാച്ച് ചെയ്ത് തന്നിരിക്കുന്നു. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ഓപ്ഷൻസും അവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് പറയുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായി. അപ്പോൾ നേരെ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരുന്നു. ടേൺസ് അറൗണ്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിന് ചുറ്റും ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റുമെന്ന്. അതേതാണ്? നമ്മുടെ ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റുന്നത് അതാണ്. നമ്മുടെ ഈ സാധനം അല്ലേ? അതേതാണ്? പിവറ്റ് ജോയിൻസ് അല്ലേ? നമ്മുടെ പിവറ്റ് ജോയിൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 3 ഉള്ളവരെ മാത്രം ഇനി എടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ളതിനെയൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇവരും വേണ്ട. ബി വായിച്ചു നോക്കാം. മൂവ്മെൻറ്റ്സ് ഇൻ ഓൺ ഡയറക്ഷൻ. ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളെ ഡോറ് പോയി നമ്മൾ തുറക്കുക. അതിന് വിജാഗിരി ഉണ്ട്, ഹിഞ്ചസ് ഉണ്ടല്ലേ? അപ്പോൾ ഏതാണത്? ഹിഞ്ച് ജോയിൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബി വന്നിട്ട് 1 ഉള്ളത് ഇപ്പോഴേ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതാണ്. പക്ഷെ നമുക്ക് സിയും കൂടെ ചെക്ക് ചെയ്യണ്ടേ? മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൈയുടെ തോള് വെച്ച് ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് വെച്ചിട്ട് പറ്റുമല്ലേ? അതെന്താണ്? സി വന്നിട്ട് 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എ ഓപ്ഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? തീരെ വായിച്ചിട്ട് കുറച്ചൊക്കെ പോയിന്റ് ഓർമ്മയുണ്ട്, സമയമായപ്പോൾ എന്തൊക്കെയോ പറ്റിപ്പോയി, പുക വന്നു എന്നൊക്കെ പറയുന്നവർക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡിലും ഉത്തരം കണ്ടെത്താം. കിട്ടിയോ നിങ്ങൾക്ക്? ഈ ഉത്തരം കിട്ടി കാണും അല്ലേ? ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കൂടെയൊക്കെ കടുപ്പിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കണ്ടെത്താം എന്ന് പറഞ്ഞതാണ്. ഓക്കെ, 13th question. Write down the function of the given parts in the process of swallowing. ഫസ്റ്റ് വൺ ഏതാണ്? എപ്പിഗ്ലോട്ടിസ്. സെക്കൻഡ് വൺ ഉവുല. അപ്പോൾ എന്താണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്താണ്, ഉവുല എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുകയാണ് അല്ലേ? ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചപ്പാത്തിയോ ചോറോ എന്തെങ്കിലും കഴിക്കുകയാണ്, എടുക്കുന്നു, വായിലേക്ക് വയ്ക്കുന്നു, ചവയ്ക്കുന്നു, കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു. പെട്ടെന്ന് സംസാരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? നേരെ ഫുഡ് വിൻ പൈപ്പിൽ കയറുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഉണ്ടാവും. നോർമലി നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തും ഓക്സിജൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ? നമ്മുടെ വിൻ പൈപ്പിലൂടെ എയറൊക്കെ പാസ് ചെയ്ത് പോവാണ്. ആ സമയത്ത് ഫുഡ് പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു അടപ്പുണ്ട്. ആരാണത്? നമുക്കറിയാം, സിംപ്ലി നമ്മുടെ എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് ദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുന്ന സമയത്ത്, സോളോയിങ്ങിൻ്റെ സമയത്ത് വിൻ പൈപ്പ് അഥവാ നമ്മുടെ ട്രക്കിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഒരു എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ഉവുല എന്താ ചെയ്യുന്നത്? ഉവുല എന്ന് പറയുന്നത് നെയ്സൽ ക്യാവിറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നെയ്സൽ ക്യാവിറ്റിയിൽ കയറുന്നതിൽ നിന്നും. എവിടെയാണ്? നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയിൽ ഫുഡ് കയറത്തില്ല അല്ലേ? എന്ത് ക്ലോസ് ചെയ്യും? ഉവുല വന്ന് ക്ലോസ് ചെയ്യും. ഈ ഒരു 2 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, ഫംഗ്ഷൻ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഫിഗർ കണ്ടപ്പോൾ തന്നെ ക്വസ്റ്റൻ ഒന്ന് വായിക്കേണ്ട മിസ്സേ, എനിക്ക് എന്തുണ്ട് ഉത്തരം എനിക്കറിയാം, എന്നാലും ക്വസ്റ്റൻ ഞാനൊന്ന് വായിക്കാം. ദ ഡയഗ്രാം ഓഫ് ദ റിയോലീഫ് സെൽസ് വെയർ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ആൻഡ് പ്യുവർ വാട്ടർ. എവിടെയൊക്കെ അപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് സെല്ലിനെ? കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനിലും പ്യുവർ വാട്ടറിലും. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏതായിരിക്കുന്നു? ബി ഇതായിരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് സൊല്യൂഷൻ ആർ ദ സെൽസ് എ ആൻഡ് ബി പ്ലേസ്ഡ്? എ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എ നമ്മളപ്പോൾ ഏത് വെള്ളത്തിലായിട്ടിരിക്കുന്നത്? ബി നമ്മൾ ഏത് വെള്ളത്തിലായിട്ടിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗീവ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ സെല്ല് ബി. ബി നമുക്കറിയാം ഇത് രണ്ട് എന്തല്ല, നോർമൽ കണ്ടീഷനിലല്ല ഇരിക്കുന്നത്. ബിയുടെ സെല്ലിനുണ്ടായ ഒരു ചേഞ്ച് ഇത് കണ്ടില്ലേ? നമ്മുടെ സെൽ വോളിൽ നിന്ന് സെൽ മെമ്പറൈൻ എന്ത് ചെയ്തു? തിങ്ങിക്കൂടി ഷ്രിങ്ക് ചെയ്തിരിപ്പുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ പ്രോപ്പർ കണ്ടീഷനിൽ നിന്ന് കുറച്ചുകൂടെ ബൾജ് ചെയ്തിരിപ്പുണ്ട് സെല്ല്. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് പ്യുവർ വാട്ടറിനകത്താണ്, അഥവാ ഫ്രഷ് വാട്ടറിനകത്താണ്. നമുക്കറിയാം ഷ്രിങ്ക് ചെയ്തെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവിടെ എന്താണ്? സോൾട്ട് വാട്ടറിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? എടുത്ത് സെല്ലിനെ ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഏത് പ്രോസസ്സാണ് നടന്നിരിക്കുന്നത്? ഗീവ് റീസണിൽ നമുക്ക് എന്തെഴുതാം? അവിടെ എന്ത് പ്രോസസ്സ് നടന്നു? ഓസ്മോസിസ് നടന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഓസ്മോസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളൊരു സെല്ലിനെ എടുക്കുന്നു, ഒരു പാത്രം കോൺസെൻട്രേറ്റഡ് നമ്മുടെ എന്താണ് സോൾട്ട് സൊല്യൂഷനിലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മുടെ സെല്ല് ഇതാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, നേരെ ന്യൂക്ലിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, എന്നാൽ ഇതിനകത്ത് കുറവാണ്. അപ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നു? സെല്ലിനകത്ത് നിന്നും പുറത്തേക്ക് ഓസ്മോസിസ് വഴി വാട്ടർ മൂവ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സെല്ല് കൊണ്ട് ഷ്രിങ്ക് ആവുന്നു. പ്രോസസ്സ് ഓക്കെ അല്ലേ? പ്ലാസ്മലൈസേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ് സെല്ലിൻ്റെ. അപ്പോൾ രണ്ട് സെല്ലിലിരിക്കുന്ന പ്യുവർ വാട്ടറിലും സോൾട്ട് വാട്ടറിലുമാണ് ഓസ്മോസിസ് എന്ന പ്രോസസ്സും അതിൻ്റെ ഒരു കുഞ്ഞു കഥയും കൂടെ. വലുതായിട്ടൊന്നും എഴുതണ്ട, 1 മാർക്കിനാണ് ചോദിക്കുന്നത്. 1 മാർക്കിനുള്ളൊരു കഥയും കൂടെ എഴുതണം. ഓക്കെ ആണോ? പോയിൻ്റായിട്ട് എഴുതണം. ഓക്കെ, എന്താണ് വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഒരുപാടൊന്നും ചാടി എഴുതേണ്ട കാര്യവും ഇല്ല, ജസ്റ്റ് ആ പോയിൻ്റ് ഒന്ന് എഴുതണം. ഇനി ഒബ്സർവ് ദ ഇല്യൂസ്ട്രേഷൻ ആൻഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒബ്സർവ് ദ ഇല്യൂസ്ട്രേഷൻ. താഴെ തന്നിരിക്കുന്ന നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി? നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ആ ഒരു പ്രോസസ്സ് ക്വസ്റ്റ് ചെയ്ത് തന്നെയാണല്ലേ. ഐഡൻറ്റിഫൈ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഗിവൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഇൻ വിച്ച് പാർട്ട് ഡസ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ്? ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ആദ്യം എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദ ഡൈജസ്റ്റീവ് പ്രോസസ്. ഇത്തരത്തിൽ അങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ അല്ലേ? നമ്മൾ എന്താ വിളിക്കുന്നതിനെ? സെഗ്മെൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ എന്താ വിളിക്കുക? സെഗ്മെൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് കിട്ടി. ഡൈജസ്റ്റീവ് പ്രോസസ്സ് എന്താണ്? സെഗ്മെൻറ്റേഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഡസ് ദ പ്രോസസ് ടേക്സ് പ്ലേസ്? ഇത് എവിടെയാണ് നടക്കുന്നത്? മെയിനായിട്ട് നമുക്കറിയാം ഇത് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. കിട്ടിയോ? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നമ്മളെ ഫുഡ് എത്തുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു. ഫുഡ് ജ്യൂസുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ മിക്സ് ചെയ്ത് അത് കോംപ്ലക്സ് പാർട്ടിക്കിൾസിനെ സ്മോളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് സെഗ്മെൻറ്റേഷൻ ഓഫ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് എന്നറിയപ്പെടുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഡൈജസ്റ്റീവ് ജ്യൂസസ് ആണ്. ആ പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഹൗ ഡസ് ദിസ് പ്രോസസ് എനേബിൾസ് ദ മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ആൻസറായിട്ട് നമുക്ക് എഴുതാം. എന്താണ്? നമ്മുടെ ഫുഡ് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റ് കാരണം, സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് കാരണം ഫുഡ് എന്ത് ചെയ്യുന്നു? ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നു. അവർ നമ്മുടെ ജ്യൂസസുമായിട്ട് മിക്സ് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് അവരുടെ ഒരു വലിയ പാർട്ടിക്കിൾസിനെ കുഞ്ഞു പ്രോട്ടീൻസിനെയൊക്കെ കുഞ്ഞു പാർട്ടിക്കിൾസായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡൈജഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു? കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നു. ഏതാണ്? നമ്മുടെ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. കിട്ടിയോ? ആ പോയിന്റ് കിട്ടിയോ? ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഒരു കാര്യമില്ല, നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അറിയില്ല എങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആയോ? പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൻസർ എഴുതുക സെഗ്മെൻറ്റേഷൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 16th one. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ആസ് ഷോൺ ഇൻ ദ മോഡൽ യൂസിങ് ദ ബയോമോളിക്യൂൾസ് ഗിവൺ ഇൻ ദ ബോക്സ്. ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെ എഴുതണമെന്ന് നമുക്കറിയില്ലേ. എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഒരു ബോക്സ്, DNA, എൻസൈം, സൂക്രോസ്, RNA, സ്റ്റാർച്ച്, ആൻറ്റിബോഡി, ഓയിൽസ്. കുറേ ആൾക്കാരെ പേര് തന്നിട്ടുണ്ട്. 3 സെറ്റ് ഓഫ് സാധനങ്ങളും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആരാണ്? ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ എടുക്കാം. അവർ 2 തന്നിട്ടുണ്ട്. എളുപ്പമുള്ളത് അവരുടെ തന്നു എന്നാണോ? ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞപ്പോൾ DNA-യും നമ്മുടെ RNA-യും അവർ തന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ എഴുതണം? കാർബോഹൈഡ്രേറ്റിൻ്റെ 1 ഉം 2 എഴുതണം, പ്രോട്ടീനിൻ്റെ 3 ഉം 4 എഴുതണം. തുടങ്ങാം.
അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്? ഈ തന്നിരിക്കുന്നതിൽ DNA കാർബോഹൈഡ്രേറ്റ് ആണോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയവരെ നമുക്ക് വേണ്ട, അവരെ നമ്മൾ ആദ്യമേ പറക്കാൻ കളഞ്ഞു. ഇനി കാർബോഹൈഡ്രേറ്റിലും പ്രോട്ടീനിലും പെടാത്ത ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. അതാരാണ്? ഓയിൽസ്. ഓയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരാരാണ്? അവർ ഫാറ്റാണല്ലേ, ലിപ്പിഡാണ്. അവരെ നമുക്ക് വേണോ? വേണ്ട. ഇനി കറക്റ്റ് 4 പേരെ നമ്മൾ മിച്ചം വെച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഇതിനുള്ള ഇത്രയുള്ള സമയമൊന്നും കിട്ടത്തില്ല. പരീക്ഷ ഹാളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് ആളെ എടുക്കുകയാണ്. DNA കഴിഞ്ഞ് കിടക്കുന്ന ആളെ എൻസൈം. എൻസൈം എന്ന് പറയുമ്പോൾ എന്താണ്? എൻസൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ എൻസൈം ആർ പ്രോട്ടീൻസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പോൾ എവിടെ കൊടുക്കാം? ഇവിടെ നമുക്ക് കൊടുക്കാം എൻസൈംസ് അല്ലേ. ഇവിടെ എന്ത് കൊടുക്കാം? പ്രോട്ടീൻസിൻ്റെ ഇവിടെ എൻസൈംസ് കൊടുക്കാം. ഓക്കെ ആണോ? ദെൻ അടുത്തത് സൂക്രോസ്. സൂക്രോസ് സിംപ്ലി നമുക്കറിയാം അതാരാണ്? അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. ദെൻ സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ബി ഓപ്ഷൻ ആരായി? സ്റ്റാർച്ചായി. ഇനി ആരേ മിച്ചമുള്ളൂ? ആൻറ്റിബോഡിയേ ഉള്ളൂ. ആൻറ്റിബോഡി എന്താണ്? ഒരു പ്രോട്ടീനാണ്. ശരിക്കും ആൻറ്റിബോഡി ആരാണ്? നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് വരുമ്പോൾ, നമ്മുടെ ആൻറ്റിജൻസ് വരുമ്പോൾ അതിന് എഗനിസ്റ്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൻറ്റിബോഡി എന്ന് വിളിക്കുന്നത്. പഠിച്ചിട്ടില്ലേ? മറന്നുപോയോ പോയിന്റ്? അപ്പോൾ ആൻറ്റിബോഡി ആരാണ്? നമ്മുടെ പ്രോട്ടീനാണ്. അപ്പോൾ കിട്ടിയോ? അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, സൂക്രോസും സ്റ്റാർച്ചും, പ്രോട്ടീൻസ് വന്നിട്ട് എൻസൈംസും ആൻറ്റിബോഡിയും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th one. ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ applicable only to facilitated diffusions from the given portion. ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കണം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ പോയിന്റുകളാണോ താഴെ തന്നിരിക്കുന്നത് നോക്കണം. ആണെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ, ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. ആദ്യമേ തന്നെ പോയല്ലേ. ഇവരാരാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആണോ? അല്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ത് പ്രോസസ്സാണ്? അതൊരു പാസീവ് പ്രോസസ്സാണ്. അതൊരു പാസീവ് പ്രോസസ്സാണ്. എന്താണ് പാസീവ് പ്രോസസ്സ്? പ്രത്യേകിച്ച് എനർജിയുടെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ അങ്ങ് നടന്നോളൂ അല്ലേ. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റേറ്റ്സ് ടേക്സ് പ്ലേസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഇപ്പം പറഞ്ഞ കാര്യം, ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ചുമ്മാ ഒരു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ഓഫ് എന്ത് നടക്കാണ്? സബ്സ്റ്റൻസ് ടേക്സ് പ്ലേസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ്. ഇത് എന്തിൻ്റെ ഡെഫിനിഷനാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഡെഫിനിഷനായി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ, നിങ്ങൾ ഇത് വേണം എഴുതി വെക്കാൻ അല്ലേ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു, സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നു. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ ടേക്സ് പ്ലേസ് ബൈ ദീസ് പ്രോസസ് ആണോ? അല്ല. ഇതിൽ വരുന്ന പ്രോസസ്സാണോ ഇത്? പ്ലാസ്മ മെംബ്രെയിൻ്റെ കഥ നമുക്കിവിടെ ഉണ്ടോ? ഇല്ല. വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇനി ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയ്തർ ചാനൽ പ്രോട്ടീൻസ് ഓർ കരിയർ പ്രോട്ടീൻസ്. നമുക്ക് ആര് വേണം? ഇവിടെ നിന്ന് ഒരാളെ ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇയാൾ ചുമ്മാ ഇങ്ങ് വരൂല. ഇടയ്ക്ക് ആര് വേണം അവർക്ക്? കരിയർ പ്രോട്ടീൻസ് വേണം. കഥ ശരിയല്ലേ? ശരിയാണ്. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയ്തർ ചാനൽ പ്രോട്ടീൻസ് ഓർ കരിയർ പ്രോട്ടീൻസ്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. അപ്പോൾ 17 നമ്മൾ ഏതൊക്കെ സെലക്ട് ചെയ്യും? ഇപ്പോൾ A, B, C, D ആണെങ്കിൽ ഓപ്ഷൻ ബിയും ഡിയുമാണ് നമ്മൾ എന്തെടുക്കുക? ആൻസറായിട്ട് എടുക്കുക. ഓക്കെ ആണോ? അപ്പം നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ കണ്ടത്. ഇത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം? ഇത് എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് ചോദിക്കാം. അത് 1 മാർക്കിന് ഈ 2 പോയിന്റ് എഴുതിയാൽ മതി. ഇതേ കണക്ക് ചോദിക്കാം. ഇനി ഓപ്ഷൻസിൽ ഈ ഒരു കഥ തന്നിട്ട് എന്താണ് ആ പ്രോസസ്സ് എന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സ്യൂട്ടബിളി. ഫസ്റ്റ് എന്ന് പറയുന്നത് പാർട്സ് വെയർ ഡൈജഷൻ ടേക്സ് പ്ലേസ്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്റ്റൊമക്ക് തന്നിട്ടുണ്ട്, മൗത്ത് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്, അവിടെ നടക്കുന്ന മെക്കാനിക്കൽ ഡൈജഷൻ എന്താണെന്ന് എയും ബിയും, ബി തന്നിട്ടുണ്ട്, എ തന്നിട്ടില്ല. അപ്പോൾ കെമിക്കൽ ഡൈജഷൻ എയിൽ തന്നിട്ടുണ്ട്, ബിയിൽ തന്നിട്ടില്ല. നമുക്കപ്പോൾ നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. സ്റ്റൊമക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് എടുക്കാം. ഓക്കെ ആണോ? നമ്മുടെ സ്റ്റൊമക്കിൻ്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റൊമക്കിൽ മെക്കാനിക്കൽ ഡൈജഷൻ എന്താ നടക്കുന്നത്? നമുക്കറിയാം. ഇവിടെ നടക്കുന്നത് ടീത്ത് ഹെൽപ്പ് ഇൻ ദ ചൂയിങ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീത്താണ് ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റൊമക്കിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? സിംപ്ലി നമുക്കറിയാം, അത് പെരിസ്റ്റാൾസിസ് ആണ്. പെരിസ്റ്റാൾസിസ് അല്ലേ? മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്സ് ത്രൂ ദി സ്റ്റൊമക്ക് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. അതാണ് മെക്കാനിക്കൽ ഡൈജഷൻ. ഇനി കെമിക്കലിലേക്ക് നോക്കുമ്പോൾ പെപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് ദ പ്രോട്ടീൻസ്. എന്താണ്? സ്റ്റൊമക്കിൽ എന്ത് ചെയ്യുന്നു? സ്റ്റൊമക്കിൽ നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാർഷ്യലി ഡൈജസ്റ്റ് ദ പ്രോട്ടീൻസ്. ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സ്റ്റൊമക്കിൽ പ്രോട്ടീൻ്റെ ഡൈജഷൻ തുടങ്ങി. അപ്പോൾ മൗത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൗത്തിൽ ആരേ ഉള്ളൂ? നമുക്കറിയാം, നമ്മുടെ സലൈവറി അമൈലേസ് ആണുള്ളത് അല്ലേ?
സലൈവറി അമൈലേസ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പം പെരിസ്റ്റാസിസും ഉണ്ട്, സലൈവറി അമൈലേസിൻ്റെ കഥയുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്? ഒന്ന് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പെരിസ്റ്റാസിസ് ആണ്. 2 സലൈവറി അമൈലേസ് സ്റ്റാർട്ട്സ് ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. ആ 2 ആൻസറും അവിടെ എഴുതുമ്പോൾ നമുക്ക് 2 മാർക്ക് കിട്ടും. കിട്ടിയോ ഈ പോയിന്റ് നിങ്ങൾക്ക്? 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൈജഷൻ എന്നുള്ളതാണ്. പെരിസ്റ്റാസിസ് ആ സ്റ്റൊമക്കിൻ്റെ ഫുഡിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, മെക്കാനിക്കൽ ഡൈജഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി മൗത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ എന്താണ്? സലൈവറി അമൈലേസ് സ്റ്റാർട്ട്സ് ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. പോയിന്റ് കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? എത്ര പേർക്ക് ഉത്തരം കിട്ടി? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഉത്തരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19th one. All life signs are manifested by many constructive and destructive processes taking place inside the cell. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. വേറെ ഒരു കഥയും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, ഉത്തരം എഴുതുക എന്നുള്ളൊരൊറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എവിടെയോ ഓൾ ലൈഫ് സയൻസ് ആർ മാനിഫെസ്റ്റഡ് ബൈ മെനി കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സ്. എവിടെയോ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, കുറേ ഡിസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അത് എവിടെയാണ്? നമ്മുടെ ബയോളജിയിൽ വരുമ്പോൾ അത് എവിടെയാണ് നടക്കുന്നത്? ലൈഫ് സയൻസ് ആയിട്ടാണ് നടക്കുന്നത്. ലൈഫ് സയൻസ് അല്ല, ലൈഫ് സയൻസ് അല്ലേ? ഈ സയൻസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നു, ഡിസ്ട്രക്ഷൻ നടക്കുന്നു. ദ പ്രോസസ് എന്നുള്ള വേർഡ് കൂടെ വന്നു. നമുക്ക് ആരെ കിട്ടുന്നു? എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? പക്ക ട്രൂ ആണ്. യെസ് അല്ലേ? ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. എന്താണ് നമുക്ക് എഴുതാനുള്ളത്? നമുക്ക് എന്താ കിട്ടിയത്? ആ പ്രോസസ്സ് എന്താണ്? നമ്മുടെ ഇത് കിട്ടിയ എത്ര പേരുണ്ട്? മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ എന്താ നടക്കുന്നത്? നമ്മുടെ ബോഡിക്കകത്ത് അനാബോളിസവും കെറ്റാബോളിസവും നടക്കുന്നുണ്ട്. ആ 2 പ്രോസസ്സും കൂടെ ചേർന്നാണ് എന്ത് വരുന്നത്? മെറ്റബോളിസം വരുന്നത്. അപ്പം നമ്മുടെ കെറ്റാബോളിസം ഉണ്ട്, അനാബോളിസം ഉണ്ട്. ബോഡിയിൽ എന്താ നടക്കുക? മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ അണ്ടറിൽ സ്മോളർ മോളിക്യൂൾസ് ഹയർ മോളിക്യൂൾസ് ആയിട്ടും ഹയർ മോളിക്യൂൾസ് ഡിസ്ട്രക്ട് ചെയ്ത് സ്മോളർ മോളിക്യൂൾസ് ആയിട്ടും ആവശ്യാനുസരണം നടക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ മെയിൻ്റനൻസിനും പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസിനും എന്താവശ്യമാണ്? മെറ്റബോളിക് റിയാക്ഷൻസ് ആവശ്യമാണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, ക്രെബ് സൈക്കിൾ നടക്കുന്നുണ്ട്, നമ്മുടെ ഈ ഹ്യൂമൻ ബോഡിക്കകത്ത് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, കെമിക്കൽസ് ഫോം ചെയ്യുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോസസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. നടക്കുന്ന എന്താണ്? കൺസ്ട്രക്ഷൻ പ്രോസസ്സുകളും ഡിസ്ട്രക്ഷൻ പ്രോസസ്സുകളും. ഇത് രണ്ടിൻ്റെ ക്ലബ്ബിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെറ്റബോളിക് പ്രോസസ്സുകൾ എന്ന് വിളിക്കുന്നു. അത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അനാബോളിസം എന്നും കെറ്റാബോളിസം എന്നും. കെറ്റാബോളിസത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വലിയ മോളിക്യൂൾസ് കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അനാബോളിസത്തിൽ കുഞ്ഞു മോളിക്യൂൾസ് ക്ലബ് ചെയ്ത് വലിയൊരു മോളിക്യൂൾ ആവുന്നു. നമ്മളിത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഈ അനാബോളിസം കെറ്റാബോളിസം പഠിക്കാനുള്ള എളുപ്പമായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി എന്താണ്? അനാബോളിസത്തിൽ ആനയാണ് ഉണ്ടാകുന്നത്, കെറ്റാബോളിസത്തിൽ കുഞ്ഞു ക്യാറ്റാണ് ഉണ്ടാകുന്നത്. ആന ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ കുഞ്ഞു ആൾക്കാർ ചേർന്ന് ആന ഉണ്ടാവുന്നു, കുറേ വലിയ ആളുകൾ ഡിവൈഡ് ചെയ്ത് കുഞ്ഞ് ക്യാറ്റാവുന്നു. അപ്പോൾ കെറ്റാബോളിസം ഉണ്ടായി, ചെറിയ മോളിക്യൂൾസ് ഉണ്ടായി. അനാബോളിസത്തിൽ ആരുണ്ടായി? വലിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. കിട്ടിയോ ആ പോയിന്റ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ അവർക്ക് ക്വസ്റ്റൻ ഡയറക്റ്റ് ചോദിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കഥയും പറഞ്ഞു തരാതെ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. മേക്ക് സ്യൂട്ടബിൾ പെയർസ് ആസ് ഓർഗാനിസം റെസ്പിറേറ്ററി സഫേഴ്സ് ഫ്രോം ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓർഗാനിസത്തെക്കുറിച്ചും പറയണം. നമ്മുടെ ഒരു മിനിറ്റ്. എന്താണ്? നമ്മുടെ ഓർഗാനിസത്തെക്കുറിച്ചും അതിൻ്റെ റെസ്പിറേറ്ററി സർഫസസിനെ കുറിച്ചുള്ള കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓർഗാനിസം, നമ്മുടെ ആദ്യത്തെ ആൾ ആര് വന്നു? ഓർഗാനിസം. 2ാമത് ആര് വരുന്നു? റെസ്പിറേറ്ററി സർഫസ്. ഇതിൻ്റെ അണ്ടറിലേക്ക് നമുക്ക് ഓരോരുത്തരായിട്ട് എഴുതി കൊടുക്കണം. ആദ്യം വരുന്ന ആരാണ്? ആദ്യം വരുന്നത് മാൻ. അതാരാണ്? ഓർഗാനിസം ആണ്. നമുക്കറിയാമല്ലേ? ഇനി ഓർഗാനിസം ഉണ്ടോ എന്ന് എണ്ണി പോവാണ്. അടുത്ത ആൾ അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. അത് നമ്മുടെ അമീബയാണ്. അടുത്തത് ഗിൽസ് ആണ്. അതിന് തൽക്കാലം നമുക്ക് റെസ്പിറേറ്ററി സർഫസസിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഗിൽസ് വേണ്ട. എർത്ത് വേം വന്നു. എർത്ത് വേമിനെ എവിടെ എഴുതി? ഓർഗാനിസത്തിൻ്റെ അണ്ടറിലെടുത്ത് എഴുതി. ഇനി അടുത്ത ആരുണ്ട്? സെൽ മെമ്പറൈൻ. എന്തായാലും നമുക്കറിയാം അത് ഓർഗാനിസം അല്ല. സ്കിൻ ഓർഗാനിസം അല്ല. ലങ്സ് ഓർഗാനിസം അല്ല. നമ്മുടെ ഫിഷ് ഓർഗാനിസമാണ്. ഇവരുടെ എന്ത് കണ്ടെത്തണം? റെസ്പിറേറ്ററി സർഫസ് കണ്ടെത്തണം. നിങ്ങൾക്ക് എത്ര പേരെ അറിയാം? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇത് എത്ര പേർക്ക് ഉത്തരം അറിയാം? അറിയാവുന്നവരൊക്കെ ഒന്ന് എഴുതിയേ, ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. ആർക്കൊക്കെ ഇതിൻ്റെ ഉത്തരം അറിയാം? നിങ്ങളൊന്ന് ഇതെനിക്കറിയാമെന്ന് പറഞ്ഞ് ആ ഒരു അടുത്ത കോളൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കിയേ. ഒരു 30 seconds ടൈം നിങ്ങൾ എടുത്തോ.
അതിൻ്റെ ആവശ്യമുള്ളൂ, അത്ര സമയം ആവശ്യമുള്ളൂ. എടുത്തിട്ടൊന്ന് ഉത്തരം എഴുതിയേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ശരിയായിട്ടുള്ളവരെല്ലാം ശരിയായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം. 4 ശരിയായിട്ടുള്ളവർ. ഓക്കെ. അപ്പോൾ നമ്മുടെ മാനിൻ്റെ റെസ്പിറേറ്ററി സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ പോലും നോക്കണ്ട, നമുക്ക് കാണാതെ കണ്ണും പൂട്ടി എഴുതാം, നമ്മുടെ ലങ്സ് ആണ്. ദെൻ അമീബയുടെ എന്താണ്? അമീബ എന്തിൽ കൂടെയാണ്? നമുക്കറിയാം അതൊരു പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറും ഇല്ലാത്ത ഒരാളാണ്, സിംപ്ലസ്റ്റ് ഓർഗാനിസമാണ്. അത് എന്തിൽ കൂടെയാണ്? അതിൻ്റെ സെൽ മെംബ്രെയിനിൽ കൂടെയാണ്. ഓക്കെ അല്ലേ? അതിൻ്റെ സെൽ മെംബ്രെയിനിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സർഫസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ എർത്ത് വേം വന്നു. നമുക്കറിയാം നമ്മുടെ എർത്ത് വേമിൻ്റെ ആളാരാണ്? ദേ കിടക്കുന്നു, നമ്മുടെ സ്കിന്നാണ്. ദെൻ ഫിഷാണ്. ഫിഷിന് ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. 2 ഓപ്ഷൻ ഉണ്ടോ അവിടെ? ഇല്ല, ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഫിഷ് എർത്ത് വേമും പോയി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? ഗിൽസേ ഉള്ളൂ. ഫിഷിന് എന്താണുള്ളത്? ചെകിളപ്പൂക്കളാണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗിൽസ് ആണുള്ളത്. ദേ റെസ്പയർ ത്രൂ ഗിൽസ്. അവരുടെ 2 സൈഡിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഓപ്പർക്യുലംസ് ഉണ്ട്, അതിനകത്ത് എന്തിരിപ്പുണ്ട്? നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ച ഗിൽസ് ഉണ്ട്. അതിൽ കൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? എയർ ബ്രീത്തിങ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതെല്ലാം ആൻസറും കറക്റ്റ് ചെയ്തവരെ ഒന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാം 4 ശരിയായവർ ആരൊക്കെ ഉണ്ട്? എല്ലാം ശരിയാക്കിയോ നിങ്ങൾ? എല്ലാം കിട്ടിയോ നിങ്ങൾക്ക്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമോ? 21. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഗിവൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ. ദേ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഒരു മസിൽ, ഒരു കൈ തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു എക്സ് തന്നിട്ടുണ്ട്. അത് അവർക്ക് അറിയത്തില്ല, നമ്മൾ കണ്ടെത്തി കൊടുക്കണം അല്ലേ? മാത്സിൽ മാത്രമാണ് എക്സ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ബയോളജിയിൽ എക്സ് വന്നേക്കുവാണ് അല്ലേ? ഇനി എന്തുണ്ട്? ദേ ഫ്ലെക്സർ മസിൽസും ഉണ്ട്, എക്സ്റ്റൻസർ മസിൽസും ഉണ്ട്. അപ്പോൾ ദേ മുകളിൽ നമുക്കറിയാം നമ്മുടെ എക്സ്റ്റൻസർ മസിൽ എവിടെയാണെന്ന്, ഫ്ലെക്സർ മസിൽ എവിടെയാണെന്നും എക്സ്റ്റൻസർ മസിൽ എവിടെയാണെന്നും നമുക്കറിയാം. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ഇൻ ദ ഇലിസ്ട്രേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും കഥയൊന്നും പറയേണ്ട കാര്യമില്ല. ഫ്ലെക്സറും എക്സ്റ്റൻസറും തന്നിട്ടുണ്ട്, അതിൻ്റെ അവിടെ കാണപ്പെടുന്ന ആ ഒരു സാധനം, അതായത് ഇതൊരു മസിലിൻ്റെ പാർട്ടാണ്. ഇതെന്താണ്? ഇതൊരു മസിലിൻ്റെ പാർട്ടാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബോണാണ്. ഇതെവിടെ ഒരു ബോൺ ഉണ്ടല്ലേ? അവിടെ ഒരു ബോൺ ഉണ്ട്. ബാക്കിയുള്ള എന്താണ്? നമ്മുടെ മസിലാണ്, മസിലിൻ്റെ പോർഷനാണ്. അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഐറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡൻ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് എന്ന് പറയുന്നത് ടെൻഡൻ ആണ്. കിട്ടിയോ നിങ്ങൾക്ക് ഈ ഉത്തരം? ടെൻഡൻ ആണ് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, ടെൻഡൻ. ഇനി എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഹാപ്പൻസ് ടു ദ മസിൽ ഷോയിങ് ഇൻ ദ ഇലിസ്ട്രേഷൻ വെൻ ദ ഹാൻഡ് ഈസ് സ്ട്രെച്ച്ഡ്. നമ്മുടെ ഹാൻഡ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കോൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുന്നു അല്ലേ? നമ്മുടെ എക്സ്റ്റൻസർ മസിൽ, ഫ്ലെക്സർ മസിലും എക്സ്റ്റൻസർ മസിലും സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ട് ചെയ്യുകയും നമ്മുടെ ഫ്ലെക്സർ മസിൽസ് വന്നിട്ട് റിലാക്സ് ചെയ്യുകയും എക്സ്റ്റൻസർ മസിൽ വന്നിട്ട് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ആ കഥ മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 മസിൽസിനും എന്ത് സംഭവിക്കുന്നുവെന്നും ഈ എക്സ് എന്താണെന്നുമാണ് ചോദിച്ചിരുന്നത്. എക്സ് നമ്മൾ എന്തെന്ന് എഴുതി? ടെൻഡൻ എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി ചോദിച്ചിരിക്കുന്നത് ഫ്ലെക്സർ മസിൽസിന് എന്ത് സംഭവിക്കുന്നു? അവർ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് റിലാക്സ് ചെയ്യുന്നു. ഇനി എക്സ്റ്റൻസർ മസിലിന് എന്ത് സംഭവിക്കുന്നു? അവർ കോൺട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ആ ഒരു സിംഗിൾ പോയിന്റ് അത് രണ്ടും എഴുതുമ്പോൾ നമ്മുടെ ഉത്തരമാവുന്നു. കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഫ്ലെക്സറിനും എക്സ്റ്റൻസറിനും കോൺട്രാക്ഷനും റിലാക്സേഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നു എന്നുള്ള കഥയാണ് എഴുതേണ്ടത്. ഒരൊറ്റ പോയിന്റിൽ എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ. അപ്പോൾ അടുത്തത് യൂറിൻ ടെസ്റ്റ് റിസൾട്ട് ഓഫ് എ പേഴ്സൺ ഇസ് ഗിവൺ. ഒരാളുടെ ടെസ്റ്റ് റിസൾട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരോ പോയി എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു യൂറിൻ കൊണ്ടേ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മന്ത്ലി ചെക്കപ്പിന് കൊടുത്താണോ? അല്ല, ചുമ്മാ ഒരു റൊട്ടീൻ ചെക്കപ്പിന് കൊടുത്തപ്പോൾ ദേ കിടക്കുന്നു. എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് ഉണ്ട്. ആകെ എത്ര വയസ്സേ ഉള്ളൂ? അപ്പോൾ നിങ്ങളല്ല അല്ലേ കൊടുത്തു? 23 വയസ്സുള്ള ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് എസ് പോസിറ്റീവാണ്. പസൽസ് അതും ഉണ്ട്, അതും പോസിറ്റീവാണ്. ബിലിറൂബിൻ ഒട്ടും വിട്ടിട്ടില്ല, അതും എസ് ആണ്, പോസിറ്റീവാണ്. ആൽബുമിൻ ഭാഗ്യം അതില്ല. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അതുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാരായി? ഒരു മാരക രോഗിയുടെ ഒരു റിസൾട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, അനലൈസ് ദ റിപ്പോർട്ട് ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് പോസിബിൾ ഡിസീസസ്. ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ അസുഖങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയത്? ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പെട്ടെന്നൊന്ന് എഴുതി നോക്കിയേ, ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. എന്തൊക്കെ ഡിസീസാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയത്? ഈ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു 4 ഡിസീസെങ്കിലും എഴുതാൻ പറ്റും നമുക്കല്ലേ? 1 2 3 4 4 നമ്മൾ എഴുതണം എന്നാണ്. അപ്പോൾ എന്തൊക്കെ അസുഖമാണെന്ന് നോക്കാം. ഗ്ലൂക്കോസ് ബ്ലഡിൽ കണ്ടോ? ബ്ലഡ് അല്ലല്ലോ, നമ്മൾ എന്താ കൊടുത്തത്? യൂറിനാണ് കൊടുത്തത്. ഗ്ലൂക്കോസ് ബ്ലഡിൽ വന്നാലും എന്താണ് കൂടിയാൽ ഏത് കണ്ടീഷനാണ് വരുന്നത്? ഗ്ലൂക്കോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആര് വരുന്നു? നമ്മൾ ഡയബറ്റിക് ആണ് അല്ലേ? നമ്മൾ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക്. അപ്പോൾ പേഷ്യൻ്റ് എന്തായി? ഡയബറ്റിക് ആയി.
ഇനി പസൽസ് വന്നു. പസൽസ് എന്ന് വെച്ചാൽ പഴുപ്പ് അല്ലേ, ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ എന്തായി? യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നു? ക്വസ്റ്റൻ അവിടെ തന്നെയുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി ബിലിറൂബിൻ ഉണ്ട്. നോർമലി ബിലിറൂബിൻ യൂറിനിൽ വരുമോ? ഇല്ല. അത് വന്നാൽ എന്തെന്ന് കണക്കാക്കണമെന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊരു അസുഖമാണ്, എന്ത് മാരക രോഗമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ആ ഒരു ബിലിറൂബിൻ്റെ പ്രസൻസ് എന്തിന് കാരണമാകുന്നു? ജോണ്ടിസിനെ കാണിക്കുന്നു. ഓക്കെ. ദെൻ കാൽഷ്യം ഓക്സിലേറ്റ് ക്രിസ്റ്റൽസ്. നമുക്ക് കാൽഷ്യം ഇടാം, ഓക്സിലേറ്റ് ഇടാം. ക്രിസ്റ്റലിൻ്റെ നേരെ മലയാളം നമ്മൾ പഠിക്കുന്നു എന്താണ്? കല്ലാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വിടുന്നു? നമ്മുടെ യൂറിനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കാൽഷ്യം ഓക്സിഡേറ്റ്സിൻ്റെ പ്രസൻസ് വന്നു. എന്തോ കല്ലിൻ്റെയൊക്കെ പ്രസൻസ് വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം കല്ല് വന്നാൽ റീനൽ കാൽക്കുലൈ വന്നു. അപ്പോൾ കല്ലിൻ്റെ കണ്ടീഷൻ എന്താണ്? കിഡ്നി സ്റ്റോൺ ആണല്ലേ. കിഡ്നി സ്റ്റോൺ ആണ്. ഓക്കെ ആണോ? കിഡ്നി സ്റ്റോൺ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അസുഖങ്ങൾ? ഡയബറ്റിക് ആണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ജോണ്ടിസ് ഉണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ട്. 4 അസുഖങ്ങളും എങ്ങനെ കണ്ടെത്തിയെന്ന് എഴുതിയോ? നമ്മളിത് പഠിക്കാതെ പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുമോ? പിന്നെ എഴുതാൻ പറ്റുന്ന ഡയബറ്റിക്സ് കണ്ണും പൂട്ടി എഴുതാം. ദെൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും എഴുതാം. നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. കാൽഷ്യം ഓക്സിലേറ്റ് ക്രിസ്റ്റൽസിൻ്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചാലേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അത് റിവൈസ് ചെയ്യണം. പഠിച്ച കാര്യം റിവൈസ് ചെയ്യണം. എന്നാലേ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. റിവൈസ് ചെയ്താൽ മാത്രമേ ഇതിനുള്ള ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തത് റീറൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. താഴെ തന്നിരിക്കുന്നതിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന പോർഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ഒന്ന് ശരിയാക്കി എഴുതണം. ആർക്കൊക്കെ ഇതൊക്കെ എഴുതാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും എന്നൊന്ന് നോക്കിയേ. 1 2 3 4 നമുക്കിങ്ങനെ എഴുതാം. നോക്കി, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റീറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കി എഴുതണം. തെറ്റാണെങ്കിൽ എനി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് ദ ഹീമോഗ്ലോബിൻ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ആസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഉത്തരം കിട്ടിയോ? കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണോ? എ തെറ്റാണ്. എ നമ്മൾ തിരുത്തി എന്തെന്ന് എഴുതുന്നു? നമ്മുടെ പാവം കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് ഓക്സി കയറി വരുന്നത്? അവിടെ അമിനോ അല്ലേ വരത്തുള്ളൂ അല്ലേ? കാർബാമിനോ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ശരിയായോ നിങ്ങൾക്കിത്? എത്ര പേർക്കിത് ശരിയായി? ഇനി രണ്ടാമത്തെ നോക്കാം. ഓക്സിൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. നമ്മുടെ പ്രോപ്പർ ആൾ വന്നല്ലേ. ഓക്സിജൻ വന്നിട്ട് നമ്മുടെ ഹീമോഗ്ലോബിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഉത്തരം ശരിയാണ്. നിങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ പോകണ്ട. 23% കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻ ദ RBC ടു ഫോം ബൈകാർബണേറ്റ്സ്. ഏത് കണക്കാണല്ലേ തന്നിരിക്കുന്നത്? എത്രയോ ഒരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് എവിടുത്തെ വെള്ളമായിട്ട് വാട്ടറിൻ്റെ RBCയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ബൈകാർബണേറ്റ്സ് ഉണ്ടാകുന്നു. ശരിയാണോ? ഇവിടെ എന്താണ് തെറ്റ്? ബൈകാർബണേറ്റ് ആണോ തെറ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ തെറ്റ്? വാട്ടറാണോ തെറ്റ്? RBC ആണോ തെറ്റ്? ഇതൊന്നുമല്ല തെറ്റ് അവർ തന്നിട്ടുണ്ട്. എന്തരെന്ന് അണ്ടർലൈനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. 23% അത് തെറ്റാണല്ലേ. അപ്പോൾ നമ്മുടെ സി വന്നിട്ട് തെറ്റാണ്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എത്ര ശതമാനമാണ്? 71 2 3 4 5 6 ഏതാണ്? ഒന്നുമല്ല, നമ്മുടെ 70% അല്ലേ. 70% കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻ ദ RBC ടു ഫോം ബൈകാർബണേറ്റ്സ്. ഓക്കെ ആണോ? അടുത്തത് ഇൻ ദ ആൽവിയോളസ്. അപ്പോൾ എന്താ തിരുത്തേണ്ടത്? തെറ്റുണ്ടെങ്കിൽ ഇവിടെ തിരുത്തണം. The concentration of oxygen is high and the concentration of carbon dioxide is low during inhalation. എന്താണ് ഓപ്ഷൻ? ഈ പറഞ്ഞിരിക്കുന്നത് പക്ക ശരിയാണ്. ഓക്കെ ആണോ? നമ്മുടെ ആൽവിയോളയുടെ കണ്ടീഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആൽവിയോള ഇപ്പോൾ ഇത് നമ്മുടെ ആൽവിയോളയുടെ സാക്കാണ്, ആൽവിയോളയാണ്. അതിനകത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇവിടെ വളരെ കൂടുതലാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഹൈ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എന്താണ്? കുറവാണ്. എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻഹൈലേഷന് സമയത്ത്. കറക്റ്റാണോ പറഞ്ഞിരിക്കുന്നത്? പക്കയല്ലേ? എയർ എടുക്കുമ്പോൾ നമ്മുടെ ആൽവിയോളുടെ അകത്ത് എന്ത് ചെയ്യുന്നു? ആൽവിയോളുടെ അകത്ത് ഓക്സിജൻ്റെ എമൗണ്ട് കൂടുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്, തിരുത്തേണ്ട ആവശ്യമില്ല. അപ്പം ബി അല്ലല്ലോ, എയും സിയുമാണ് തെറ്റിപ്പോയത്.
ബിയും ഡിയും ശരിയാണ്. തെറ്റിയത് നമ്മൾ എന്ത് ചെയ്തു? തിരുത്തി എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് ഫോർ ദ ഗിവൺ ബോഡി പാർട്സ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, ലങ്സ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും ലങ്സിനും ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? ഹാർട്ടും ബ്ലഡ് വെസലും നോക്കാം. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും എന്ത് സംഭവിക്കും? ബ്ലഡിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ എന്ത് സംഭവിക്കില്ല? ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യില്ല. നമ്മുടെ ബോഡിയുടെ ഫാറ്റ് വന്ന് നമ്മുടെ ബോഡിയിൽ എത്തുന്ന ഫാറ്റ് വന്ന് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല? നമ്മുടെ ബ്ലഡ് വെസൽസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് എന്ത് സംഭവിക്കത്തില്ല? അവിടെ ഡെപ്പോസിറ്റ് സംഭവിച്ചിട്ട് ബ്ലഡിന് തിങ്ങി ഞെരുങ്ങി പോകേണ്ട അവസ്ഥ വരത്തില്ല. ഹാർട്ടിൻ്റെ മസിൽസിന് കുറച്ചുകൂടെ സ്ട്രെങ്തും കിട്ടും. പ്രോപ്പറായിട്ട് നമ്മൾ കാർഡിയാക് എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിന് എന്ത് ചെയ്യുന്നു? നല്ല സ്ട്രെങ്ത് കിട്ടുന്നു. ഇത് രണ്ടുമാണ് ഹാർട്ടിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും കണ്ടീഷൻസ്. ലങ്സിന് എന്താ സംഭവിക്കുന്നത്? ലങ്സിന് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് കിട്ടുന്നു? കൂടുതൽ കപ്പാസിറ്റി കിട്ടുന്നു. ഓക്സിജൻ കൂടുതലായിട്ട് എടുക്കാനും ഒരുപാട് നേരം എയർ പിടിച്ചു നിർത്താനും നമ്മുടെ ലങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നോർമൽ ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ഓക്കെ, ദെൻ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. രണ്ടും പറഞ്ഞു. ഇനി റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. സ്റ്റൊമാറ്റ റിമെയിൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റൊമാറ്റ റിമെയിൻ ക്ലോസ്ഡ് ഇൻ ദ ഡേ ടൈം ആൻഡ് ഓപ്പൺസ് അറ്റ് നൈറ്റ്. തെറ്റാണല്ലേ? സ്റ്റൊമാറ്റ റിമെയിൻസ് ക്ലോസ്ഡ് ഇൻ ദ ഡേ ആണോ? നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പം ഡ്യൂറിങ് ഡേ ടൈം ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി ഇൻ മീസോഫിൽ സെൽസ്. വെരി കറക്റ്റ് അല്ലേ? നടക്കുന്നുണ്ട്. ദെൻ എവിടെയാണ് നടക്കുന്നത്? ഇൻ മീസോഫിൽ സെൽസ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ശരിയാണോ തെറ്റാണോ? കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ എവിടെ യൂസ് ചെയ്യുന്നു? നമ്മുടെ ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നു. ശരിയാണ്. നമ്മുടെ എല്ലാ ആരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? പ്ലാന്റ്സിൻ്റെ കാര്യമാണ് കേട്ടോ. ഡ്യൂറിങ് നൈറ്റ് വെൻ സ്റ്റൊമാറ്റ ഈസ് ക്ലോസ്ഡ് exchange of respiratory gases takes place through osmosis. ശരിയാണോ അവിടെ? ഡ്യൂറിങ് നൈറ്റ് ടൈം when stomata is closed exchange of respiratory gases takes place through osmosis. അല്ല, പകരം ഏത് പ്രോസസ്സാണ് അവിടെ നടക്കുന്ന? ഡിഫ്യൂഷൻ ആണ്. ഇത് തെറ്റാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? അവിടെ നടക്കുന്ന പ്രോസസ്സ് ഡിഫ്യൂഷൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? ബിയും സിയും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കാർട്ടിലേജ് ഡിഫറെൻറ്റ് ഫ്രം ബോൺസ്. അപ്പോൾ 26th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കാർട്ടിലേജ് ഡിഫറെൻറ്റ് ഫ്രം ബോൺസ്. കാർട്ടിലേജും ബോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാർട്ടിലേജും ബോണും എന്താണ്? അപ്പോൾ കാർട്ടിലേജ് ഈസ് സോഫ്റ്റർ. നമുക്ക് എന്തൊക്കെ എഴുതാം? കാർട്ടിലേജ് ഈസ് സോഫ്റ്റ് ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺസ്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാർട്ടിലേജ് ഈസ് സോഫ്റ്റർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺസ്. നമുക്കറിയാം അത് ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ എന്തുമാണ്? ഫ്ലെക്സിബിളും ആണ് അല്ലേ? നമ്മുടെ കാർട്ടിലേജ് എന്താണ്? അവർ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, മോർ സോഫ്റ്റർ ആണ്. ഇനി ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ ആബ്സെൻറ്റ് ഇൻ കാർട്ടിലേജ്. കാർട്ടിലേജ് എന്തില്ല? നമുക്ക് അത്രയും ഒരു പ്രശ്നം ഉണ്ടാകത്തതിൻ്റെയും റീസൺ എന്ത് തന്നെയാണ്? ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ ആബ്സെൻറ്റ് ഇൻ കാർട്ടിലേജ്. ഓക്കെ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബ്ലഡ് വെസലുകളോ നെർവ്സോ എവിടെ ഇല്ല? കാർട്ടിലേജ് പോർഷൻസിനകത്ത് വരുന്നില്ല. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് നോക്കാം. Analyze the given illustration related to the absorption of nutrients in the small intestine and answer these questions. നോക്കാം. ഫസ്റ്റ് വൺ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ, വിനക്കാവ, ഹാർട്ട്. ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ള കാര്യം അല്ലേ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു വരുന്ന എ അവിടെ എന്താണ്? ആബ്സെൻ്റ് ആണ്. ലിവറിൽ നിന്ന് വരുന്ന ബി അവിടെ ആബ്സെൻ്റ് ആണ്. നൈം ദ ബ്ലഡ് വെസൽസ് എ ആൻഡ് ബി. സം ഓഫ് ദ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് in the small intestine reach heart not through the same pathway as shown in the illustration. Evaluate this statement. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എയും ബിയും കണ്ടെത്തുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സം ഓഫ് ദ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് ഹേർട്ട് നോട്ട് ത്രൂ ദ സെയിം പാത്വേ ആസ് ഷോൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാറില്ല? അബ്സോർപ്ഷൻ നടക്കാറില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. ആദ്യത്തെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് അതിൻ്റെ പോർട്ടൽ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? എ വന്നിട്ട് അതിൻ്റെ പോർട്ടൽ വെയിൻ ആണ് അല്ലേ? എ വന്നിട്ട് പോർട്ടൽ വെയിൻ ആണ്. ബി വന്നിട്ട് ഹെപ്പാറ്റിക് വെയിൻ ആണ്. എ എന്താണ്? എ പോർട്ടൽ വെയിനും ബി വന്നിട്ട് ഹെപ്പാറ്റിക് വെയിനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിങ്ങനെ ഫ്ലോ ചാർട്ടായിട്ടും കഥയായിട്ടൊക്കെ തരുന്നുണ്ടല്ലോ. ഒരു എന്താണ് കൂടുതലാണ്. അപ്പോൾ രണ്ടാമത് ചോദിച്ചിരുന്നത് ഇവാലുവേറ്റ് ദ സെൻറ്റൻസ് എന്നാണ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് എക്സ്ട്രാ എന്ത് എഴുതണമെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ ആദ്യം എഴുതണം? സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. സം ഓഫ് ദ ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് ഹേർട്ട് ത്രൂ ലിംഫ് വെസൽ. അവിടെ പിന്നെ ആര് വരുന്നു? ഈ പ്രോപ്പർ മെത്തേഡ് അല്ലാണ്ട് നമ്മുടെ ലിംഫ് വെസൽസ് ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. സെർട്ടൻ ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്?
ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ആർ അബ്സോർഡ് ഇൻ ടു ദ ലിംഫാറ്റിക് സിസ്റ്റം. നേരെ എന്ത് ചെയ്യുന്നു, നല്ല ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ഒക്കെ നേരെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വന്നിട്ടാണ് ഹേർട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, പമ്പ് ചെയ്ത് പോകുന്നത്. എന്ത് വഴി? ലിംഫ് വെസൽസ് വഴി. ഈ ഒരു പോയിന്റിൽ മാത്രമേ നിങ്ങൾ ചിലപ്പം സ്റ്റക്ക് ആവത്തുള്ളൂ. പ്രോപ്പറായിട്ട് നമ്മുടെ പോർട്ടൽ വെയിൻ്റെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് എഴുതാൻ അറിയാം. അപ്പോൾ ലിംഫ് വെസൽസിൻ്റെ കാര്യം, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ഫാറ്റിൻ്റെ കാര്യവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. മറന്നു പോവോ? ഈ ഒരു ക്വസ്റ്റ്യൻ 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇതേപോലെ ചോദിച്ചു എന്നല്ല, ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യൻ ഈ ഫ്ലോ ചാർട്ട് തന്നല്ലാണ്ട് ജസ്റ്റ് ഈ സിസ്റ്റം എന്താണെന്ന് ചോദിക്കാം. ദെൻ ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള പോർഷൻസ് എന്തൊക്കെയാണെന്ന് വിട്ടിപ്പം വിനക്കാവയും സ്മോൾ ഇൻറ്റെസ്റ്റൈനും മിസ് ചെയ്തിട്ട് ലിവറും ഹാർട്ടുമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ ലിംഫ് വെസൽസിൻ്റെ കാര്യം മറന്നു പോകരുത്. ദെൻ വരുന്നത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സബ് ടോപ്പിക്സ് ഫോർ എ സെമിനാർ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് പ്ലാന്റ്സ് ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, പകരം എന്ത് ചെയ്യണം, കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹേർട്ട് ഡിസീസസിനെ കുറിച്ച്, ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച്, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജെന്യുവിനായിട്ടുള്ള ലൈഫ് സയൻസിൽ വരുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവരെടുത്തിട്ട് ചോദിക്കാം. നമ്മുടെ ക്ലാസ് വെളിയിൽ നിന്നെടുത്ത് ചോദിക്കും, ജനറൽ നോളജ് ചോദിക്കും എന്നല്ല പറയുന്നത്, നമ്മുടെ പോർഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് പറയണം, ഇക്കോളജിക്കൽ സർവീസ് ഓഫ് മാംഗ്രോവ്സ് പറയണം, പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എക്കോസിസ്റ്റം പറയണം. ഇതൊരു ഓരോന്നും ഓരോ മാർക്കിന് കിട്ടുന്ന രീതിക്ക് എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെന്ന് കരുതുക. പ്ലാന്റ്സ് ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ, നമുക്ക് എന്ത് എഴുതാം, ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എഴുതാം. എന്തൊക്കെയാണ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എഴുതാൻ പറ്റുന്നത്? അവരുടെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് പറയണം. കുറേ മെഡിസിനൽ പ്ലാന്റ്സ്, നമ്മുടെ തുളസി, അലവേറ തുടങ്ങിയ പ്ലാന്റ്സിനെ കുറിച്ചും അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒരു സെൻറ്റൻസ് എഴുതുക, അല്ലേ? മെഡിസിനൽ ഇമ്പോർട്ടൻസ് ആണ് ഇക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുന്നത്. ദെൻ മെഡിസിനൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസിന് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് പ്രോഡക്ട്സിന്, അല്ലേ? നമ്മുടെ തുളസി എന്ന് പറയുന്നതാണെങ്കിലും തുളസി, നീം, ഈ പറഞ്ഞ അലോവേറ, ഇതൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരിയും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ബെനിഫിറ്റ് ആണ്. പിന്നെ വരുന്നത് എന്താണ്, കോഫി, കൊക്ക, പിന്നെ നമ്മുടെ ടീ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഫി, കൊക്ക, നമ്മുടെ ഈ ടീയിൽ യൂസ് ചെയ്ത് എല്ലാം എന്തിനും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെയിലി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് എക്കണോമിക് ബെനിഫിറ്റ് തരുന്നവരാണ്. ഇവരെല്ലാം ആരാണ്? പ്ലാന്റ്സ് ആണ്. ദേ ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ ആണ്. അവരെന്ത് തരുന്നു, നമുക്ക് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് തരുന്നു. ദെൻ ഇക്കോളജിക്കൽ സർവീസ് ഓഫ് മാംഗ്രൂവ്സ്. എന്താണ് മാംഗ്രൂവ്സ്? നമുക്കറിയാം, വെള്ളത്തിൽ കൂടെ ഉള്ള കുറേ പ്ലാന്റ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാംഗ്രൂവ് എക്കോസിസ്റ്റത്തെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇക്കോളജിക്കൽ സർവീസസ് തരുന്നുണ്ട്. എന്തൊക്കെയാണ്? അവർ നമ്മുടെ ലങ്സ് ആണല്ലേ, ലങ്സ് അല്ലല്ലോ, കിഡ്നീസ് ആണല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ഹരിച്ച് വൃത്തിയാക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് പങ്ക് വഹിക്കുന്നവരാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഒത്തിരിയും എക്കോസിസ്റ്റം സ്പെസിഫിക് ആണ്, സ്പീഷീസ് സ്പെസിഫിക് ആണ്. അവിടെ എന്തുണ്ട്, പ്രത്യേക തരത്തിലുള്ള ജീവികളുണ്ട്, വേറെ റെയർ സ്പീഷീസ് ആയിട്ടുള്ള കുഞ്ഞു ഓർഗാനിസമുകളുണ്ട്. എല്ലാവരും പേരൊന്നും എഴുതണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളത്തിൽ കൂടെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ആ മാംഗ്രൂവ് ഏരിയയിൽ മാത്രം അവിടെ മാത്രം പ്രോപ്പറായിട്ട് വളരുന്ന കുറേ പ്ലാന്റ്സും ആനിമൽസും കുഞ്ഞു സ്പീഷീസും അവിടെ മാത്രം വരുന്ന കുറച്ച് ബേർഡ്സും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്യുക. അവരപ്പോൾ എക്കോളജിക്കലി സർവീസ് ചെയ്യുന്നത് എന്താണ്, നമ്മളെ പ്രോപ്പറായിട്ട് അരിച്ച് വൃത്തിയാക്കി നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് വഹിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഒരു സെൻറ്റൻസ്, അങ്ങനെ ഒരു 1-2 സെൻറ്റൻസ് അവിടെ ആഡ് ചെയ്യുക. ദെൻ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എക്കോസിസ്റ്റം ആരാണ്? നമ്മൾ പറയും പ്ലാന്റ്സ് ആണ് എന്ത്, പ്രൊഡ്യൂസേഴ്സ് എന്ന്. കറക്റ്റ് ആണ്, പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഓഷ്യൻ്റെ കേസിൽ വരുമ്പോൾ ആരാണ് അവർ? ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ്, അല്ലേ? ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ത് ചെയ്യുന്നു, അവർ നല്ല പ്രൊഡ്യൂസേഴ്സാണ്. അവർ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എക്കോസിസ്റ്റം, നമ്മുടെ ഓഷ്യൻ എക്കോസിസ്റ്റത്തിലെ മെയിൻ പ്രൊഡ്യൂസേഴ്സ് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ്. അവരെന്ത് ചെയ്യുന്നു, ഓക്സിജൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആൽഗെ, ഫൈറ്റോ പ്ലാങ്ക്ടൻ ആൻഡ് അതർ പ്ലാന്റ്സ് ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. മേജർ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ബൈ ദം. ആ ഒരു പോയിന്റ് ഇത്രയൊക്കെ എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്കൊരു ഉത്തരം എഴുതുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവണം, കറക്റ്റായിട്ടൊരു ഹെഡിങ് ആണ്. ഇതിപ്പോൾ ഹിൻസ് മാത്രമേ വരുന്നുള്ളൂ. ഒരു 1-2 സെൻസ് ഇത് തന്നെ ഇതുപോലെ എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ഒരു 1-2 പോയിന്റ് എക്സ്ട്രാ ഒരു ഷോർട്ട് നോട്ട്സ് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു എസ് ഐ ടൈപ്പ് എന്ന് പറയാനില്ല, ലെങ്തി ആൻസർ എഴുതുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു ഹെഡ് ഉണ്ടാവണം, ഒരു മിഡിൽ പോർഷൻ ഉണ്ടാവണം, ടെയിൽ ഉണ്ടാവണം. ഇറ്റ് ഈസ് കമ്പൽസറി. അപ്പോൾ കണ്ടന്റ് എന്തായിരിക്കണം, പോയിന്റ് വൈസ് ആയിരിക്കണം. വാരി വലിച്ച് ആരും കഥയും ഗ്യാസും ഒന്നും എഴുതി പേപ്പർ നിറയ്ക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്ത് എഴുതുക. ഓക്കെ ആണോ? അപ്പോൾ ഒരു നോട്ട് തയ്യാറാക്കാൻ പറയുന്ന സമയത്ത് പോയിന്റ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സബ് പോയിന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഹെഡിങ് വെച്ചിട്ടോ എഴുതുക. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, അല്ലേ? ടാബ്ലേറ്റ് ദോസ് ഗിവൺ ദ ബോക്സ് അപ്രോപ്രിയറ്റ്ലി. അപ്പം ഇവിടെ എന്താ തന്നിരിക്കുന്നത്, നമുക്കിതേ ഇവിടെ
1 2 3 4 5 6 പോയിന്റ് തന്നിട്ടുണ്ട്. ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും വരുന്ന പോയിന്റ്സിനെ എടുത്ത് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാനാണ്. നമുക്ക് വായിച്ച് നോക്കാം. എന്തോ ഒരു സാധനം ലൈറ്റ് ഫേസിലാണ്, ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമയിൽ നടക്കുന്ന എന്താണ്. അപ്പോൾ ഇനി ഒരാളെ കൂടെ നമുക്ക് കണ്ടെത്തി ആ ഒരു പോയിന്റ് അങ്ങ് എഴുതി പോകാം അല്ലേ. ടേക്സ് പ്ലേസ് ഇൻ ദി ഗ്രാന. ഇപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമയുണ്ട്, ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാനയും ഉണ്ട്. അപ്പോൾ ഉത്തരം ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും എഴുതേണ്ടതാണ്. സ്ട്രോമയിൽ നടക്കുന്ന എന്താണ് നമ്മുടെ ആൻസർ? ഇതാ നമുക്കിവിടെ ആൻസർ വന്നിട്ടുണ്ട്. ലൈറ്റ് ഫേസ് നടക്കുന്ന എവിടെയാണ്? ഇൻ ദി ഗ്രാന. ഡാർക്ക് ഫേസ് നടക്കുന്ന എവിടെയാണ്? സ്ട്രോമ. അപ്പോൾ ഈ ഗ്രാനയിൽ നിന്ന് സ്ട്രോമയിൽ നിന്ന് എഴുതാനല്ല, ഞാൻ അത് എഴുതിയെന്നേ ഉള്ളൂ. ഈ ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് നിങ്ങൾ അവിടെ എഴുതണം കേട്ടോ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സ്ട്രോമ, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഗ്രാന. ഓക്കെ, അപ്പോൾ ഗ്രാനയിൽ നടക്കുന്ന എന്താണ്? ലൈറ്റ് ഫേസ് ആണ്. സ്ട്രോമയിൽ നടക്കുന്ന എന്താണ്? നമ്മുടെ ഡാർക്ക് ഫേസ് ആണ്. സിമ്പിൾ എന്താണ്? സീരിയസ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എന്നല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേ ഉള്ളൂ. ഓക്സിജൻ ഈസ് ഗിവൺ ഔട്ട്. ഓക്സിജൻ ഈസ് ഗിവൺ ഔട്ട് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഓക്സിജൻ ഗിവൺ ഔട്ട് എന്ന് തന്നെ എഴുതാം അല്ലേ. ഓക്സിജൻ ഗിവൺ ഔട്ട് അതെവിടെയാണ് നടക്കുന്നത്? ലൈറ്റ് ഫേസിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തുണ്ട്? ATP ഈസ് പ്രൊഡ്യൂസ്ഡ് എഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അല്ലേ. ATP ഈസ് പ്രൊഡ്യൂസ്ഡ് വരുമോ? ഇല്ല, നമുക്ക് അപ്പുറത്ത് എഴുതാം. അപ്പോൾ അടുത്ത ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 സെറ്റ് കഴിഞ്ഞു. മൂന്നാമത്തെ ഓക്സിജൻ ഈസ് ഗിവൺ ഔട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതി. ഇനി അടുത്തത് ഗ്ലൂക്കോസ് ഈസ് സിന്തസൈസ്ഡ്. ഇതിൽ ലൈറ്റ് ഫേസിലാണോ ഡാർക്ക് ഫേസിലാണോ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്? നമ്മുടെ ഡാർക്ക് ഫേസിലാണ് ഉണ്ടാകുന്നത്. അതേ കണ്ടോ, ഡാർക്ക് ഫേസിലാണ് എന്തുണ്ടാകുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. ഗ്ലൂക്കോസ് ഈസ് സിന്തസൈസ്ഡ്. അത് വരുന്നത് ഡാർക്ക് ഫേസിനകത്താണ്. അടുത്തത് വരുന്നത് ATP ഈസ് പ്രൊഡ്യൂസ്ഡ്. ATP എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ലൈറ്റ് ഫേസിനകത്താണ് ATP ഉണ്ടാകുന്നത്. ദെൻ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. അത് നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. അതെവിടെയാണ് വരുന്നത്? നമ്മുടെ ലൈറ്റ് വരാത്ത എവിടെയാണ്? ലൈറ്റ് നോട്ട് യൂസ്ഡ്. അതെവിടെയാണ് വരുന്നത്? ഡാർക്ക് ഫേസിലാണ് വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പോയിന്റ് തന്നേക്കും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ ആൻസർ ഏതാണോ പ്രോസസ്സ്. ഇപ്പോൾ ഇത് രണ്ടും തന്നെ തരണമെന്നില്ല. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും മാത്രം തന്നിട്ട് ചോദിക്കണം എന്നില്ല. ഇത് വേറെ പ്രോസസ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള വേറെ പ്രോസസ്സുകൾ തന്നിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. ഒരു ബോക്സിനകത്ത് ബുള്ളറ്റ് ഇട്ട് കുറേ പോയിന്റ് വന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് ചോദിക്കാം. ഓക്കെ ആണോ നിങ്ങളത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. 2 ഇൻഡിവിജ്വൽസ് PVൻ്റെയും Qവിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? BP തന്നിട്ടുണ്ട്, ബ്ലഡ് പ്രഷർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ അമംഗ് ദം ഹാസ് എ നോർമൽ ബ്ലഡ് പ്രഷർ? വാട്ട് ഈസ് ദ ബേസ് ഓഫ് യുവർ ഫൈൻഡിങ്സ്? അടുത്തത് എക്സ്പ്ലെയിൻ ദ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് പ്രഷർ ഇൻഡിക്കേറ്റ് ഇൻ ദ ഗ്രാഫ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ ആളുടേത് 160, അയാളുടെ ഹയസ്റ്റ് 160ഉം ലോവസ്റ്റ് 100ഉമാണ്. അടുത്ത ആളുടെ ഹയസ്റ്റ് 120ഉം ലോവസ്റ്റ് 80ഉമാണ്. ഇതിൽ ആർക്കാണ് ബ്ലഡ് പ്രഷർ നോർമലായിട്ടുള്ളത്? നമുക്കറിയാം നോർമൽ ആർക്കാണ്? ക്യൂവിനാണ്. എന്തുകൊണ്ടാണ് റീസൺ? അത് വന്നിട്ട് എന്തുകൊണ്ടാണ്? അത് വന്നിട്ട് 80-120 റേഞ്ചാണ്. അതായത് നമ്മുടെ 120/80 ml/Hg റേഞ്ചിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ക്യൂവിന് വരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ 80 to 120. ഓക്കെ ആണോ? അപ്പോൾ എക്സ്പ്ലെയിൻ ദ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് പ്രഷർ ഇൻഡിക്കേറ്റ് ഇൻ ദ ഗ്രാഫ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. പ്രോപ്പർലി ഇത് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് ഫ്ലോയ്ക്ക് അനുസരിച്ചാണ് ഈ BPയുടെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് ഫ്ലോ എന്താ സംഭവിക്കുന്നത്? പ്രഷറിൻ്റെ കണ്ടീഷൻസിൽ എന്താ വരുന്നത്? ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷറും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. സിസ്റ്റോൾ വെൻ ഹേർട്ട് കോൺട്രാക്ട്സ് ഈസ് 120 mm/Hg ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റേഞ്ച് ഒന്ന് ഓർത്ത് നോക്കിയേ. 120/80 ആണ് നമ്മൾ പറഞ്ഞ റേഞ്ച്. അതിൽ സിസ്റ്റോൾ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ നേരത്തെ കണ്ടില്ലേ? വെൻ ഹേർട്ട് ഈസ് കോൺട്രാക്ട് അതെന്താണ്? 120 ആണ്. നോർമൽ കണ്ടീഷൻസിൽ റിലാക്സ് ചെയ്യുമ്പോൾ അതെന്താണ്? 80 ആണ്. അപ്പോൾ സിസ്റ്റോളും ഡയസ്റ്റോളിൻ്റെയും പ്രഷർ വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. സിസ്റ്റോളിൻ്റെ പ്രഷർ 120ഉം ഡയസ്റ്റോളിൻ്റെ പ്രഷർ 80ഉമാണ്. ഇതാണ് നോർമൽ കണ്ടീഷൻ. അപ്പോൾ 120 mm/Hg എന്ന് പറയുന്നത് mmHg എന്ന് പറയുന്നത് 120/80 എന്ന കണ്ടീഷനാണ് നോർമൽ. അതുകൊണ്ടാണ് ക്യൂ എന്തായത്? നോർമൽ ആയത്. നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനും കൂടെ പഠിക്കണം. ഇങ്ങനെ കറക്റ്റൊക്കെ ചോദിച്ചാലും കൂടെ എഴുതാനും കൂടെ പഠിക്കണം. ഓക്കെ അല്ലേ? അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇലിസ്ട്രേഷൻ. എന്തിനെക്കുറിച്ചാണ്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ടു സൈറ്റോപ്ലാസം. അപ്പോൾ ഫസ്റ്റ് വൺ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് സൈറ്റോപ്ലാസത്തിൽ എങ്ങനെ എത്തുന്നു? നോർമലി ത്രൂ സെൽ മെംബ്രെയിൻ. എവിടെ? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ. അനിമൽസിൻ്റെ കേസ് എത്തുമ്പോഴത്തേക്കും ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ.
പക്ഷെ പ്ലാന്റ്സിൻ്റെ കേസിൽ മാത്രം നമുക്കറിയാം കുറേ അധികം മെത്തേഡ്. മെയിൻലി നമ്മൾ എത്ര മെത്തേഡ് പഠിച്ചു? 3 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയാണ്? ഇങ്ങനെ സബ്സ്റ്റൻസ് എത്താനായിട്ട് എന്തൊക്കെ മെത്തേഡ് പഠിച്ചു? ഒന്ന്, ഫ്രം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ടു ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. ആദ്യത്തെ മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ത്രൂ സെൽ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ സെൽ മെംബ്രെയിൻ, യൂണിസെല്ലുലാർ ഓർഗൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ. ദെൻ ത്രൂ ദ സെൽ വാൾ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. സെൽ വാൾ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. ത്രൂ എന്താണ്? സെൽ വാൾ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ. ദെൻ ത്രൂ ദ പ്ലാസ്മോഡെസ്മേറ്റ ഫ്രം ഓൺ സെല്ല് ടു അഡ്ജസൻറ്റ് സെല്ല്. അപ്പോൾ നമ്മൾ എത്ര കണ്ടീഷൻസ് പഠിച്ചു അവിടെ? നമ്മൾ 3 കണ്ടീഷൻസ് പഠിച്ചു. ഒന്ന് സെൽ മെംബ്രെയിനിൽ കൂടി, 2 വന്നിട്ട് സെൽ വാൾ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ കൂടി, 3ാമത്തെ വന്നിട്ട് പ്ലാസ്മോഡെസ്മേറ്റിൽ കൂടി. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് പഠിച്ച് പോകുമ്പോൾ പോയിൻ്റായിട്ട് എഴുതുമ്പോൾ പ്ലാസ്മോഡെസ്മേറ്റ് നമ്മൾ ഓർക്കും. പെട്ടെന്ന് ഈ എക്സ്ട്രാ സെല്ലുലാർ സ്പേസും സെൽ വാളും ഒക്കെയാണ് വിട്ടുപോകുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാസ്മോഡെസ്മേറ്റ് പഠിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ ആദ്യമേ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അയ്യോ അപ്പോൾ സെൽ മെംബ്രെയിൻ ഉണ്ടോ എന്നൊക്കെ ഇന്ന് ചിന്തിക്കുമോ? ഇല്ല, നമുക്കതറിയാം, പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തെടുത്ത് എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രശ്നം, അല്ലേ? ഇനിയെങ്കിലും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തെടുത്ത് എഴുതണം. അടുത്തത്, കമ്പയർ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻ ഹൈഡ്ര ആൻഡ് അമീബ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. മീൻസ് ഓഫ് ഇൻജക്ഷൻ, ഡൈജസ്റ്റീവ് പ്രോസസ്, ഇജക്ഷനോ ഡൈജസ്റ്റീവ് വേസ്റ്റ്. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കമ്പയർ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻ ഹൈഡ്ര ആൻഡ് അമീബ. മീൻസ് ഓഫ് ഇൻജക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, അല്ലേ? ഓക്കെ, ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അമീബയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അമീബ നമുക്ക് ആദ്യം നോക്കാം. അമീബയുടെ കണ്ടീഷൻ പറയുമ്പോൾ അമീബയുടെ മീൻസ് ഓഫ് ഇൻജക്ഷൻ എന്താണ്? അവരെന്ത് വഴിയാണ് ഇൻജക്ഷൻ ചെയ്യുന്നത്? ഇൻജക്ഷൻ അവരുടെ സ്ട്രക്ചറായ സ്യൂഡോപോഡിയ വഴിയാണ്. ഇനി അപ്പോൾ ഹൈഡ്രയുടെ കണ്ടീഷൻസ് എടുക്കുമ്പോൾ ആരാണ്? ഹൈഡ്ര എടുക്കുമ്പോൾ ആരാണ്? ഹൈഡ്രയിൽ ആരുണ്ട്? ഹൈഡ്രയ്ക്ക് ആരുണ്ട്? ഓരോ സ്ട്രക്ചർ ഉണ്ടല്ലോ മുകളിലേക്ക്. അവർക്ക് ടെൻറ്റക്കിൾസ് ഉണ്ടല്ലേ? ഹൈഡ്ര ടെൻറ്റക്കിൾസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇഞ്ചക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, ബോഡിക്കുള്ളിലേക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ വരുന്നത് ഡൈജസ്റ്റീവ് പ്രോസസ്സ്. നമ്മുടെ അമീബയിൽ എന്താ നടക്കുന്നത്? അമീബയിൽ പ്രോപ്പറായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. അവിടെ എന്താ നടക്കുന്നത്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്. ഇനി നമ്മുടെ ഹൈഡ്ര എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? അവിടെ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട്? ഇൻട്രാ സെല്ലുലാർ ഉണ്ട്. ആദ്യത്തേൽ ഇൻട്രാ മാത്രമേ ഉള്ളൂ, ഹൈഡ്രയിൽ ഇൻട്രയും ഉണ്ട്, എക്സ്ട്രയും ഉണ്ട്. ദെൻ ഇജക്ഷനോ ഡൈജസ്റ്റീവ് വേസ്റ്റ്. അമീബയിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ സെൽ സർഫസിൽ കൂടെ, വേറെ ഒരൊറ്റ ഓപ്ഷനും അവർക്കില്ല, ആകെ സെൽ സർഫസിൽ കൂടെ എന്ത് ചെയ്യാം? പുറത്ത് കളയാം. അതേസമയം നമ്മുടെ ഹൈഡ്രക്കാർ എന്താ ചെയ്യുന്നത്? അവരുടെ മൗത്തിൽ കൂടെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ഡൈജഷൻ്റെ വേസ്റ്റ് പുറത്ത് കളയുന്നത്. ഇജക്ഷൻ ഈസ് ത്രൂ ദി മൗത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് എവിടെ വരണം? ഇവർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രോപ്പർ പോയിന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്തരം നമുക്കറിയാം, വലിച്ചു വാരി എഴുതാൻ നിൽക്കരുത്. 2 ടേബിൾ വരയ്ക്കുക, അമീബ, ഹൈഡ്ര, എന്നിട്ട് സൈഡിൽ ഇതെന്ന് പറയുന്നത് ഇപ്പുറത്ത് വയ്ക്കുക. ഇവിടെ അമീബ, ഇവിടെ ഹൈഡ്ര. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? എടുത്ത് അതിനകത്തേക്ക് എഴുതുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ജോലി. അപ്പോൾ നിങ്ങൾക്കറിയാം, മീൻസ് ഓഫ് ഇൻജക്ഷൻ വന്നിട്ട് ഇപ്പുറത്ത് സ്യൂഡോപോഡി എഴുതുക, അതിനപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ടെൻറ്റക്കിൾസ് എഴുതുക. ഡൈജസ്റ്റീവ് പ്രോസസ്സ് വന്നിട്ട് ഇൻട്രാസെല്ലുലാർ, ഇൻട്രാ എഴുതുക. ഇജക്ഷനോ ഡൈജസ്റ്റീവ് വേസ്റ്റ് വന്നിട്ട് ഇവിടെ എന്ത് എഴുതും? നമ്മുടെ ത്രൂ എന്താണ് സെൽ സർഫസിൽ കൂടെയാണ് അമീബയ്ക്ക്, മൗത്തിൽ കൂടെ തന്നെയാണ് എന്തിന് വരുന്നത്? നമ്മുടെ ഹൈഡ്രയ്ക്ക് വരുന്നത്. ഇങ്ങനെ ജസ്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വിത്തിൻ ഷോർട്ട് ടൈം അങ്ങനെ എഴുതാൻ പഠിക്കണം. ഓക്കെ ആണോ? ചിന്തിച്ചിരുന്ന് സമയം കളയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പി എന്താണ്, ക്യൂ എന്താണ്, ആർ എന്താണെന്ന് പറയണം. പക്ഷേ ക്യൂവും ആറിൻ്റെയും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പിയുടെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പല്ലാണ്, അല്ലേ? പല്ലിൻ്റെ ക്യൂവും ആറും എന്താണ്? നമ്മുടെ സിമ്പിൾ 2 സ്ട്രക്ചേഴ്സുകളാണ്. ഡെൻറ്റൈനും സിമെൻറ്റവുമാണ്, അല്ലേ? ഡെൻറ്റൈനും സിമെൻറ്റവുമാണ്. പി വന്നിട്ട് എന്താണ്? പൾപ്പ് എന്താണ്? പിയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൻറ്റൈൻ ഉണ്ട്, സിമെൻറ്റം ഉണ്ട്. നമ്മുടെ പിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അത് പൾപ്പാണ്. അതിനകത്ത് എന്തുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ആൻസർ നമുക്ക് നോക്കാം. ക്യൂ എന്ന് പറയുന്നത് ഡെൻറ്റൈൻ ആണ്, ആർ എന്ന് പറയുന്നത് സിമെൻറ്റമാണ്. അത് നമ്മൾ കഴിഞ്ഞു. ഇനി പി എന്ന് പറയുന്നത് എന്താണ്? പൾപ്പാണ്. ഇറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് ക്യാവിറ്റി വിത്ത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് ദി പൾപ്പ്, അല്ലേ? പി ക്യൂ ആറിൽ ക്യൂ ഡെൻറ്റൈൻ എന്നും ആർ സിമെൻ്റ് എന്നും നമ്മൾ എഴുതുന്നു. പിയും പൾപ്പാണെന്ന് നമുക്കറിയാം. ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരു തെറ്റുമില്ല, ഐഡൻറ്റിഫൈ പക്കയാണ്. ഇനി ചോദിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് പൾപ്പിൻ്റെ? ഇറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് ക്യാവിറ്റി വിത്ത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ. അവിടെ എന്താണുള്ളത്? സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ. പിന്നെ എന്തും കൂടെ എഴുതണം? ഇറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് ക്യാവിറ്റി, ഏറ്റവും ഉള്ളിലുള്ള ക്യാവിറ്റിയാണ്. ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ഇതെല്ലാം എവിടെയുണ്ട്? ഈ പറയുന്ന പൾപ്പിലുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇന്നർമോസ്റ്റ് ക്യാവിറ്റിയാണ്, സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ
ആണ്. ദെൻ ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. ഇതെല്ലാം എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഈ പറയുന്ന പൾപ്പിൽ കാണപ്പെടുന്നു. ഈ പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. ടീത്തിൻ്റെ പടം തന്നാൽ ഫുള്ള് ലേബൽ ചെയ്യാൻ നമുക്കറിയാം. ഈ തന്നിരിക്കുന്ന മാത്രമല്ല നമ്മൾ ഫുള്ള് പഠിച്ചിട്ടുണ്ട്. ഈവൻ സ്പെല്ലിംഗ് ഉൾപ്പെടെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമൻറ്റിൻ്റെയൊക്കെ സ്പെല്ലിംഗ് വേറെ വല്ല എഴുതി വയ്ക്കുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? പൾപ്പിൻ്റെ ഫംഗ്ഷൻ അറിയാത്തവർ എന്ത് ചെയ്യുക? ഇത് പ്രോപ്പറായിട്ട് എഴുതി വെച്ച് പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ഫിഗറിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ABCD അങ്ങോട്ട് ലേബൽ ചെയ്യണം. റൈറ്റ് എനി 2 പ്രോഡക്ട്സ് ഫോംഡ് ഇൻ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പേരെഴുതാനും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ്? ഇത് എത്രാമത്തെ വർഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് എത്രാമത്തെ പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്? ഇതേ മോഡലിലെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇത് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതെന്ന് കണക്കില്ല. അത്രയും തവണ ചോദിച്ച ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാന, സ്ട്രോമ തൈലക്കോയിഡ്, ദെൻ നമ്മുടെ തൈലക്കോയിഡ്, സ്ട്രോമ ലാമല്ല, ദെൻ എന്ത് വരുന്നുണ്ട്? തൈലക്കോയിഡ്. ഇത് ലേബൽ ചെയ്യാൻ ഏതൊക്കെയാണ് ഞാൻ എന്തായാലും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എവിടെയൊക്കെയാണ് വരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഒന്ന് ലേബൽ ചെയ്തേ. സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിയേ. ഏതൊക്കെയാണ്? ഗ്രാന, സ്ട്രോമ ലാമല്ല, തൈലക്കോയിഡ്. പ്രോപ്പറായിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ A തന്നെ എന്താണ്? A വന്നിട്ട് നമ്മുടെ ഗ്രാനയാണ്. ഓക്കെ. B വന്നിട്ട് എന്താണ്? B വന്നിട്ട് സ്ട്രോമ ലാമല്ലയാണ്. പറഞ്ഞത് കറക്റ്റായിട്ടായിരുന്നോ? അല്ല, പറ്റിച്ചല്ലേ. സ്ട്രോമ ലാമല്ലയാണ്. ഇനി സ്ട്രോമ എന്താണ്? C ആണ് സ്ട്രോമ. D വന്നിട്ട് എന്താണ്? സിംപിളി തൈലക്കോയിഡാണ്. എത്ര പേർക്ക് 4 എണ്ണവും ശരിയായി? 4 എണ്ണവും പ്രോപ്പറായിട്ട് ആരൊക്കെ ശരിയാക്കി? അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പക്ക പഠിച്ച് ഫുൾ സെറ്റായിട്ടിരിക്കുന്നവർ. ബാക്കിയുള്ളവർ എവിടെയൊക്കെ മിസ്സായി പോയവരാണല്ലേ? അപ്പോൾ അടുത്തത് നോക്കാം. റൈറ്റ് എനി 2 പ്രോഡക്ട്സ് ഫോംഡ് ഇൻ A എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഗ്രാനയായിരുന്നു. ഗ്രാനയിലുണ്ടാകുന്ന 2 പ്രോഡക്ട്സിൻ്റെ പേര് എഴുതാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയിലുണ്ടാകുന്ന 2 പ്രോഡക്ട്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒന്നുകിൽ നമുക്ക് ഓക്സിജൻ എഴുതാം, ATP എഴുതാം. നമുക്ക് കാണാതെ അടിക്കാവുന്ന 2 കാര്യങ്ങളാണ്. ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വച്ചേക്കണം. അപ്പം നമ്മുടെ A എന്തെഴുതി? A ഗ്രാനാന്ന് എഴുതി. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഫിഗർ നമ്മൾ കണ്ടു. ഫിഗറിൽ ലേബൽ ചെയ്യാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എയിലുണ്ടായിരുന്ന പ്രോഡക്ട്സിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ A എന്താണെന്ന് പറഞ്ഞു? ഗ്രാനയാണെന്ന് പറഞ്ഞു. B സ്ട്രോമ ലാമല്ലയാണെന്ന് പറഞ്ഞു. C സ്ട്രോമയാണെന്ന് പറഞ്ഞു. D വന്നിട്ട് തൈലക്കോയിഡ്സ് ആണെന്നും പറഞ്ഞു. 4 എണ്ണം നമ്മൾ ലേബൽ ചെയ്തു. പിന്നെ ചോദിച്ചിരിക്കുന്നത് എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റുകളുടെ പേരെഴുതാനാണ്. അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ നമുക്കറിയാം. അതിൽ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ഒന്ന് നമുക്ക് ATP നമ്മൾ എപ്പോഴും എഴുതും. പിന്നെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. കൂടെ ആരും ഉണ്ടാകുന്നുണ്ട്? ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ATP ആണ്. ഏതെങ്കിലും 2 എണ്ണമാണ് ഇപ്പോഴത്തെ നമുക്ക് മാർക്ക് ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഫിഗർ ഇപ്പം വീണ്ടും പറയാനുള്ള റീസൺ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫിഗർ. നമ്മുടെ ഈ ഫിഗർ ഇത് കുറേ വർഷമായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പഠിച്ച് വെച്ചേക്കുക. മാർക്ക് ചെയ്യാൻ, ലേബൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേർത്ത് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ ആണേ? അടുത്തത് താഴെ തന്നിരിക്കുന്ന ഡയഗ്രം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഈ തന്നിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സിംപ്ലി എന്തിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? ഹ്യൂമൻ സ്കെൽട്ടനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ സ്കെൽട്ടനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് അതൊക്കെ? ഫസ്റ്റ് വൺ ആക്സിൽ എന്നും 2 വന്നിട്ട് അപ്പൻഡിക്കുലാർ എന്നും അല്ലേ? അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ എന്നും തിരിക്കാൻ നമുക്കതറിയാം. ദെൻ ചോദിച്ചിരിക്കുന്നത് ആക്സൽ സ്കെൽട്ടനിൽ 4 ആൾക്കാരുണ്ട്. സ്കള്ളുണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. നമ്മൾ പഠിച്ചതും അവർ 4 പേരെയും തന്നെയാണ്. ദെൻ അപ്പൻഡിക്കുലാർ സ്കെൽട്ടനിൽ 4 പേരെ പഠിച്ചു. പെക്ടറൽ ഗേർഡിൽ ഇയർ, F, ലെഗ്സ്. എളുപ്പമാണ്. ആൾറെഡി സ്കള്ള് അവർ തന്നു കഴിഞ്ഞു. സ്കള്ളായിരുന്നു എളുപ്പം. എല്ലാം ഒരുപോലെ തന്നെയാണല്ലേ? അപ്പം B നമുക്ക് എന്തെഴുതാം? B ഒരേ ഓർഡർ പഠിച്ച ഓർഡറിന് എഴുതുന്നതാണല്ലോ എപ്പോഴും നല്ലത്. B വന്നിട്ട് എന്താണ്? B വന്നിട്ട് സ്റ്റേണമാണ്. B വന്നിട്ട് സ്റ്റേണമാണ്. സ്റ്റേണം കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നമ്മുടെ റിബ് കേജ് ആണല്ലേ? റിബ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ആരെ കൂടെ പഠിച്ചു? ആക്സിയൽ സ്കെൽട്ടനിലേക്ക് വരുമ്പോൾ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തെ കൂടെ പഠിച്ചു. വെർട്ടിബ്രൽ കോളം. ദെൻ വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ ആണ്. അപ്പൻഡിക്കുലാറിൽ ആരൊക്കെ വന്നു? 2 ഗർഡിലിനെ പഠിച്ചു, 2 ലിംസിനെ പഠിച്ചു. ഒരു ലിംബ് അവർ തന്നു, ലെഗ്സ്. അതെന്താണ്? ഹൈൻഡ് ലിംസ് ആണ്. അപ്പോൾ ഇനി ആരുണ്ട്? 4 ലിംസ് ഉണ്ട്. അല്ലെങ്കിൽ ആരുണ്ട്? ഹാൻഡ്സ് ഉണ്ട് അല്ലേ? 2 ഹാൻഡ്സ് ഉണ്ട്. പെക്ടറൽ അവർ തന്നു ഗേർഡിൽ. ഇനി ആരാ ഉള്ളത്? പെൽവിക് ഗേർഡിലാണുള്ളത്. ഓക്കെ ആണോ? പെൽവിക് ഗേർഡിലാണുള്ളത്. കിട്ടിയോ ഈ പോയിന്റ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഫ്ലോ ചാർട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്?
അതേ ക്വസ്റ്റ്യൻ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ തന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഒരു റൗണ്ട് ചെയ്തതുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഹെൽത്ത് ഓഫ് ഹേർട്ട് ഫോർ എ സയൻസ് സെമിനാർ. ഒന്നുമില്ല, ഹേർട്ടിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഒരു കുഞ്ഞ് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സയൻസ് സെമിനാറിന് വേണ്ടിയിട്ട്. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ ഡിസീസ് ഓഫ് ഹേർട്ടും വരണം, ഹാബിറ്റ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി ഹേർട്ടും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേണം വരാനായിട്ട്. ഇതിനകത്ത് എന്തൊക്കെ വേണം? നമ്മുടെ ഹേർട്ടിനകത്ത് ഫസ്റ്റ് തുടങ്ങുമ്പം ഹേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്. അതിന് മെയിനായിട്ടും മറ്റേ 4 അറകളുണ്ട കഥ അതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട്, ഇപ്പോൾ ഇത് പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പമ്പിങ് ഓർഗനാണ്. അതിനകത്തൊരു ബ്ലഡ് പാസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തല്ല, ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബോഡിയുടെ പല ഭാഗത്തേക്ക് എത്തുന്നു. തിരിച്ച് ബ്ലഡ് അശുദ്ധ രക്തതല്ല, നമ്മുടെ എന്താ പറയുക, ഇമ്പ്യൂർ ബ്ലഡിനെ പ്രോപ്പറായിട്ട് ഇവിടെ കൊണ്ടെത്തിക്കുന്നു. അതിൻ്റെ ബാക്കി ഫംഗ്ഷൻസ് എവിടെ നടക്കുന്നത്? നമ്മുടെ പൾമണറി വഴി പോയിട്ട് അവിടെ ചെന്നു, ലങ്സിൽ ചെന്നിട്ട് നടക്കുന്നു. ആ കാര്യം പറയണ്ട, ഹാർട്ടിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞാൽ 2 പോയിൻറ്റ്സ് എഴുതുക. എന്നിട്ട് നേരെ എങ്ങോട്ട് വരണം? ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ടിന് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് എന്തിനു കാരണമായി തീരും? നമ്മുടെ പെർമനൻറ്റ് ഡിസീസിനേക്കും ടുവേർഡ്സ് ഡെത്തിനും കാരണമായി തീരും. അപ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ച് പറയണം? കൺസ്യൂമിങ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്. നമ്മൾ ഒരുപാട് ഫാറ്റി ഫുഡ്സോ അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡോ കഴിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നു? നമ്മുടെ ബ്ലഡിൻ്റെ വോളിൽ കുറേ തിക്കനിങ്സ് ഉണ്ടാകുന്നു, ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് അതിരോസ്ക്ലിയറോസിസ്. അവർക്കും വേണ്ടത് എന്താണ്? നിങ്ങൾ ഈ ജനറൽ കഥ എഴുതുമെന്ന് അവർക്കറിയാം. അവർ നോക്കും, ഇന്ന കുട്ടി അതിരോസ്ക്ലിയറോസിസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ത്രോംബോസിസിനെ കുറിച്ച്, എന്തിനെക്കുറിച്ച്? കൊറോണറി ത്രോംബോസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആ കണ്ടീഷനിൽ എന്താ വരുന്നത്? അതിരോസ്ക്ലിയറോസിസ് വന്നതിന് ശേഷം ബ്ലഡ് എന്ത് ചെയ്യുന്നു? ക്ലോട്ട് ആവുന്നു. അങ്ങനെ കൊറോണറി ആർട്ടറി ലീഡിങ് ടു ദ കണ്ടീഷൻ ഈസ് കാൾഡ് കൊറോണറി ത്രോംബോസിസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതിരോസ്ക്ലിയറോസിസ് ഉണ്ടാകുന്നു. അതിരോസ്ക്ലിയറോസിസിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ബ്ലഡിൻ്റെ ക്ലോട്ട് ഉണ്ടാകുന്നു. എവിടെയാണ്? കൊറോണറി ആർട്ടറിക്കകത്ത്. അപ്പോൾ അതെന്തിന് കാരണമാകുന്നു? കൊറോണറി ത്രോംബോസിസിന് കാരണമാകുന്നു. ആ 2 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇനി ആരെക്കുറിച്ച് നമ്മൾ പറയണം? ഇതെന്തിലേക്ക് ലീഡ് ചെയ്യും? ബ്ലഡ് വെസൽ ഉണ്ടായി, ബ്ലഡ് വെസലിൻ്റെ പുറത്ത് അൺഹെൽത്തി ഫുഡ് കഴിച്ച് ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. അത് അതിരോസ്ക്ലിയറോസിന് കാരണമായി. അത് കൊറോണറി ആർട്ടറിയിൽ വന്നു, കൊറോണറി ത്രോംബോസിസ് ആയി. അത് നേരെ ഹാർട്ട് അറ്റാക്കിലേക്ക്, അല്ലേ? ഹാർട്ടിൻ്റെ അറ്റാക്കിലേക്കും ബ്ലോക്കിനും ഹാർട്ട് അറ്റാക്കിനും കാരണമായി തീരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാബിറ്റ്സ് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഹേർട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഹേർട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം? പ്രോപ്പർ ഫുഡ്, അൺഹെൽത്തി ഫുഡിനെ അവോയ്ഡ് ചെയ്യുക, നോർമൽ ഹോം മെയ്ഡ് ഫുഡ്സ് കഴിക്കുക, ദെൻ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? റെഗുലർ എക്സസൈസ് ചെയ്യുക, ദെൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക, ദെൻ എന്ത് ചെയ്യണം? ഡ്രിങ്കിങ് അല്ലെങ്കിൽ യൂസിങ് ആൽക്കഹോൾസ്, ഡ്രിങ്കിങ് ഓർ യൂസിങ് ആൽക്കഹോൾസ് എന്ത് ചെയ്യണം? നമ്മൾ നിർത്തണം. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? സ്മോക്കിങ്ങും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സും ബോഡി റെഗുലേഷനും മെയിൻറ്റെയിൻ ചെയ്ത് BMI ഒക്കെ പ്രോപ്പറാക്കി വെച്ചാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? നമ്മുടെ പ്രോപ്പർ ഹേർട്ടിന് പ്രോപ്പർ ഹെൽത്ത് കിട്ടത്തുള്ളൂ. ഗുഡ് ഹെൽത്തി ഹേർട്ടിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ശീലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ അതിരോസ്ക്ലിയറോസിസ്, കൊറോണറി ത്രോംബോസിസ്, ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്കേജ്, ദെൻ നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിലേക്ക് വരുമ്പോൾ ആ പോയിൻറ്റ്സും. ഓക്കെ അല്ലേ? ദെൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 37. നമുക്ക് നോക്കാം. ബോഡി മൂവ്മെൻറ്റ്സും എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. അവിടെയും കുറേ മിസ്സിംഗ് ആണ്, ഇവിടെയും കുറേ മിസ്സിംഗ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഓപ്ഷൻ തന്നിട്ടുണ്ട്. മൂവ്മെൻറ്റ്സ് ഇൻ സ്പേമിൻ്റെ മൂവ്മെൻറ്റ്സിന് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? അടുത്ത സ്യൂഡോപോഡിയൽ മൂവ്മെൻ്റ് ആണ്. അതെന്താണ്? അതിനൊരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ മൂവ്മെൻറ്റ്സ് ഓഫ് സീലിയ ആൻഡ് ഓവിഡക്റ്റ്, അതെന്ത് തരം മൂവ്മെൻ്റ് ആണ്? മസിൽ മൂവ്മെൻറ്റ്. അതെന്തിനുള്ള എക്സാമ്പിളാണ്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം. മൂവ്മെൻറ്റ്സ് ഇൻ സ്പേം അതെന്താണ്? അത് നമ്മുടെ ഫ്ലജല്ലാർ മൂവ്മെൻറ്റിന് ഉദാഹരണമാണ്. എന്തിനാണ്? ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്. അതിന് എന്തുണ്ട്? ടെയിലുണ്ട്, ഫ്ലജല്ലമുണ്ട്, അത് വെച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം. ഉദാഹരണം നമ്മൾ പഠിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുകൂടെ പറയാം? സിയും കൂടെ പറയാം. മൂവ്മെൻറ്റ്സ് ഓഫ് സീലിയ ആൻഡ് ഓവിഡക്റ്റ്, അത് എന്ത് തരമാണ്? അത് സീലിയറി മൂവ്മെൻ്റ് ആണ്, അല്ലേ? അത് നമ്മുടെ സീലിയറി മൂവ്മെൻ്റ് ആണ്. ദെൻ വരുന്നത് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? മെയിനായിട്ട് നമ്മൾ പഠിച്ചത് നമ്മുടെ WBCയുടെ കണ്ടീഷൻസ് പഠിച്ചപ്പോൾ കുറേ സെൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചത്? ലോക്കോമോഷണൽ ഡിഫൻസ് ഇൻ വൈറ്റ് ബ്ലഡ് സെൽസ്, അല്ലേ? അവരുടെ ലോക്കോമോഷൻ്റെ ഡിഫൻസിൻ്റെ കണ്ടീഷൻസിൽ വരുന്ന മൂവ്മെൻ്റ് ആണ് എന്ത്? സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരിക്കുന്നത്. വേറെ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ മസിലിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? മസിൽ എന്താ സംഭവിക്കുന്നത്? പ്രോപ്പറായിട്ടുള്ള കോൺട്രാക്ഷൻ ഉണ്ട്, റിലാക്സേഷൻ ഉണ്ട്. മസിൽസ് ഹെൽപ്സ് ഇൻ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇത് മാത്രം ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ എഴുതാൻ പറ്റൂല. പകരം എന്തെന്ന് എഴുതണം? കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഇത് വളരെ നമ്മുടെ ആക്റ്റിൻ്റെ മയോസിൻ്റെയും ആ ഒരു ബാൻഡിൻ്റെയും കഥയൊക്കെ നമ്മളിപ്പോൾ പറയുന്നില്ല. പകരം അവരെ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നതിന് വേണ്ടിയിട്ട് ആര് വേണം? നമ്മുടെ
ഈ പറയുന്ന മസിലിൻ്റെ ആര് വേണം എന്നല്ല, മസിലിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് കോൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ്. മസിലിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ് മസിലിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ AI, BI, CI, DI ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? മൂവ്മെൻറ്റ് ഇൻ സ്പേം എന്താണെന്ന് ചോദിക്കാറുണ്ട്. WBCൽ സ്യൂഡോപോഡിയൽ മൂവ്മെൻ്റ് ആണ്. ഓവിഡക്റ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇതിങ്ങനെ കോളമായിട്ട് മാത്രമല്ല 1 മാർക്കിന് ഇത് ചോദിക്കാറുണ്ട്. ഇതിൽ നമുക്ക് എപ്പോഴും അറിയുന്നത് മസിലിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും, കോൺട്രാക്ഷനും റിലാക്സേഷനും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. അണ്ടാത്തായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ദേ ഇവിടെ നമ്മളൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് ഈ സംഭവം? നെയിം ദ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഷോൺ ഇൻ ദ ഇലിസ്ട്രേഷൻ. ഇതെന്താണ്? നമ്മുടെ ഹിമോഡയാലിസിസ് ആണ്. ഹിമോഡയാലിസിസ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ബ്ലഡ് എടുക്കുന്നു, ആ ബോഡിയിൽ നിന്ന് അങ്ങോട്ട് എടുക്കുന്നു, അതിന് എന്തൊക്കെയോ ചെയ്തിട്ട് തിരിച്ച് ആ ബോഡിക്ക് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ആൻസർ എന്താണ്? ഹീമോഡയാലിസിസ്. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ആഡിങ് ഹെപ്പാരിൻ ടു ബ്ലഡ് ഇൻ ദിസ് പ്രോസസ്? If the fluid is not removed from the part labeled as X, how will it affect this process? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയോ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ പറയുന്ന ആ അസുഖം എന്താണ്? സോറി, ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഹീമോഡയാലിസിസ്. നമ്മുടെ ബോഡിയിൽ കിഡ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഡയലൈസർ യൂസ് ചെയ്ത് ബ്ലഡിൽ അധികം വരുന്ന ഫ്ലൂയിഡ്സിനെ റിമൂവ് ചെയ്ത് തിരിച്ച് ശുദ്ധീകരിച്ച് അകത്തേക്ക് കയറ്റുന്നു. ഓക്കെ, ഒന്നാമത്തെ ആൻസറായി. രണ്ടാമത്തത് വാട്ട് ഈസ് ദ നെസസറി ഓഫ് ആഡിങ് ഹെപ്പാരിൻ? അപ്പോൾ നമ്മുടെ ബ്ലഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം, കൈമറിഞ്ഞ് പുറത്ത് വന്ന ബ്ലഡ് നമ്മൾ ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കഥയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. ക്ലോട്ടായ എന്ത് പറ്റും? തീർന്നല്ലേ, തിരിച്ച് ബ്ലഡ് കയറ്റാനുള്ളതാണ്. അങ്ങനെ ബ്ലഡ് എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. അപ്പോൾ ഹെപ്പാരിൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റി കൊയാഗുലൻ്റ്. അടുത്തത്, ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് നോട്ട് റിമൂവ്ഡ് ഫ്രം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. ഫ്ലൂയിഡ് അവിടെ നിന്ന് മാറ്റാനില്ല. ഹൗ വിൽ എഫക്റ്റ് ദ പ്രോസസ്സ്? ഒന്നുമില്ല. ഇവിടെ നിന്ന് ബ്ലഡ് കയറ്റി വിടുന്നു, ഇങ്ങനെ പോകുന്നു, ഇവിടെ വരുന്നു, ഫ്ലൂയിഡ് മാറ്റണേ ഇല്ല. തിരിച്ച് ദേ ഇങ്ങോട്ട് അതുപോലെ വന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കിട്ടിയ നമ്മുടെ ബ്ലഡിലുണ്ടായിരുന്ന എക്സസ് ഫ്ലൂയിഡിനെ, വേസ്റ്റിനെ എടുത്ത് കളയില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് എന്താണ്? അർത്ഥശൂന്യമാണ് എന്ന് പറയാം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ എക്സ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് എക്സസ് ഫ്ലൂയിഡിനെ എടുത്ത് കളഞ്ഞ് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രോസസ്സ് തന്നെ ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിൽ പ്രോസസ്സ് കൊണ്ട് ഒരു യൂസും ഇല്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോർഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. എക്സ് എന്ന് പറയുന്ന പോർഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൽ പ്രോപ്പറായിട്ടൊരു പരിപാടി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്ലൂയിഡ് നോർമലായിട്ട് മാറ്റുന്നില്ല, പകരം അവിടെ എന്ത് സംഭവിക്കുന്നു? അതിങ്ങനെ ഓവർലോഡ് ചെയ്യുന്നു. അത് എന്തിന് കാരണമാകുന്നു? വേസ്റ്റ് റിമൂവൽ നടത്താൻ സാധിക്കുന്നില്ല, ഇലക്ട്രോലൈറ്റിൽ ഇംബാലൻസ് ഉണ്ടാകുന്നു, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റും കഥയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ എന്തും കൂടെ എഴുതണം? ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രോപ്പറായിട്ട് നമ്മൾ മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് ഉണ്ടായി ആ ഫ്ലൂയിഡ് എന്ത് സംഭവിക്കുന്നു? ഫ്ലൂയിഡ് ഓവർലോഡ് ആകുന്നു എന്ന് എഴുതണം. ഫ്ലൂയിഡ് ഓവർലോഡ് സംഭവിക്കുന്നു. ദെൻ ഇൻഎഫക്റ്റീവ് വേസ്റ്റ് റിമൂവൽ നടക്കുന്നു. പ്രോപ്പറായിട്ട് വേസ്റ്റ് റിമൂവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് സംഭവിക്കുന്നു. പിന്നെ എന്തുണ്ടാവുന്നു? ഹൈ ബ്ലഡ് പ്രഷറും ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ഈ കഥ അറിയാമെങ്കിലും ഈ 4 പോയിന്റ് എഴുതിയാലാണ് എന്ത് കുറച്ചും കൂടെ മെച്ചം. നമ്മൾ ക്ലാസ് പഠിച്ചതല്ലേ, ക്ലാസ്സിൽ കേട്ടതല്ലേ, സയൻസ് അല്ലേ, ബയോളജി അല്ലേ, എഴുതേണ്ടതല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആ പോയിന്റ്സ് ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ ആണോ? ഈ 4 പോയിന്റ് ഫ്ലൂയിഡ് ഓവർലോഡ് ചെയ്യുന്നു, ഇൻഎഫക്റ്റീവ് വേസ്റ്റ് റിമൂവൽ നടക്കുന്നു, ഇലക്ട്രോലൈറ്റിലെ ഇംബാലൻസ് ഉണ്ടാകുന്നു, ഹൈ ബ്ലഡ് പ്രഷറും ഉണ്ടാകുന്നു. ആ 4 പോയിന്റും കൂടെ എഴുതിയാൽ നിങ്ങൾ പക്കയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ടേബിൾ സ്യൂട്ടബിളി ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. നോക്കാം. ഇൻസെക്ട്സിൽ അമീബ, ഫ്രോഗ്. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എഴുതി അങ്ങ് പോവാം അല്ലേ? നോക്കാം. ഓർഗാൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ഇൻസെക്റ്റ് ഉണ്ട്, അമീബയുണ്ട്, ഫ്രോഗ് ഉണ്ട്. മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇൻസെക്റ്റിൻ്റെ എന്താണെന്ന് നമുക്കറിയാം. ഇൻസെക്റ്റ് എന്ന് പറയുന്നതിന് അങ്ങനെ അധികം വെള്ളമൊന്നും കിട്ടില്ല അതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയാനൊന്നും. അപ്പോൾ അവരെന്താണ്? യൂറിക് ആസിഡാണ്. ഓക്കെ. ദെൻ ഫ്രോഗിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ നല്ല പോലെ എന്താണ് ബാക്കി പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? യൂറിയാണ് അല്ലേ? നമ്മൾ ഫ്രോഗ് പഠിച്ചിട്ടുണ്ട്, യൂറിയാണ്. ദെൻ വരുന്നത് അമീബയാണ്. അമീബ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? അമീബ എ അമോണിയ നമ്മൾ പഠിച്ചു അല്ലേ? അമീബ അമോണിയാണ് അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. നമുക്ക് ആദ്യമേ ഇവനെ അങ്ങ് വെട്ടിക്കളയാം, ഇവനെ നമുക്ക് വേണ്ട. ഇവ ഉണ്ടോ അതിനകത്ത്? ഇല്ല. എന്നിട്ടും പിന്നെ അധികം കിടക്കണോ അല്ലേ? നമുക്ക് നോക്കാം. ഇൻസെക്റ്റിൽ ഏതാ വരുന്നത്? ഇൻസെക്റ്റിൽ വരുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഓക്കെ ആണോ? ദെൻ വരുന്നത് അമീബയിൽ എന്താ വരുന്നത്? ഇതാ നമ്മുടെ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്. ഫ്രോഗിന് എന്താ വരുന്നത്? ഫ്രോഗിന് ഗിൽസ് ഉണ്ടോ? അല്ലെങ്കിൽ ഗിൽസ് എന്താണ്? ഫിഷിൻ്റെ റെസ്പിറേറ്ററി സർഫസ് ആണ്. ഇതാ വരുന്നു നമ്മുടെ ഫ്രോഗിൻ്റെ കിഡ്നി. കിട്ടിയ ഉത്തരം.
എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസെക്റ്റിന് യൂറിക് ആസിഡ്, അമീബയ്ക്ക് അമോണിയ, ഫ്രോഗിന് യൂറിയ. പഠിച്ചില്ല, ഒന്നും ഓർക്കില്ല എന്നുള്ളവർ ഇപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻസെക്റ്റിൻ്റെ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അമീബയുടെ വന്നിട്ട് അതിൻ്റെ കോൺട്രാക്റ്റൽ വാക്യൂൾസ്, നമ്മുടെ ഫ്രോഗിന് വന്നിട്ട് കിഡ്നിയാണ്. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ ഓർത്ത് എഴുതേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് തന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാണ്? ഹൈഡ്രോസ്കെൽറ്റനും ഉണ്ട്, ഏതോ ഒരു സ്കെൽറ്റനും ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം ബിയുടെ ഹൈഡ്രോസ്കെൽറ്റൻ്റെ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ പോലെ ഇവിടെ ഫില്ല് ചെയ്യണമല്ലോ. എക്സോസ്കെൽറ്റൻ ഫോംഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കൈറ്റിൻ. ദേ കിടക്കുന്നു നമ്മുടെ ഉത്തരം. എന്താണ് കൈറ്റിനൊക്കെ വരുന്ന, കൈറ്റിനസ് സ്കെൽറ്റൻ വരുന്ന എന്താണ്? അത് നമ്മുടെ എക്സോസ്കെൽറ്റൺ ആണ് അല്ലേ? എക്സോസ്കെൽറ്റൺ ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പറഞ്ഞിരിക്കുന്നത് ഫോംഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കൈറ്റിനാണ്. ഇവിടെ എന്തുകൊണ്ടാണ്? വാട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ജെല്ല് കൊണ്ടോ ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ ബോഡിയുടെ അകത്ത് ഒരു സ്കെൽറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഡ്രോസ്കെൽറ്റനകത്ത്. എക്സാമ്പിൾ തന്നെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സിയും ഡിയോ. എയും ബിയും കഴിഞ്ഞു. സിയും ഡി ആരെയൊക്കെ എഴുതാം നമുക്ക്? ഹൈഡ്രോസ്കെൽറ്റൻ ഉള്ളത് ആരുടെയിലാണ്? നമ്മുടെ ഹൈഡ്രയ്ക്കകത്തുണ്ട്, സ്നെയിലിനകത്തുണ്ട് അല്ലേ? ഹൈഡ്രയ്ക്കകത്തും സ്നെയിലിനകത്തും ഉണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന എക്സോസ്കെൽറ്റൻ ഉള്ളത് ആർക്കൊക്കെയാണ്? കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ ഉള്ളത് നമ്മൾ ആരെയൊക്കെ പേര് പഠിച്ചു? നമ്മൾ ക്രാബിൻ്റെ പേര് പഠിച്ചു, മസലിൻ്റെ പേര് പഠിച്ചു, വെള്ളത്തിൽ കാണപ്പെടുന്ന മസല്, കക്ക അല്ലേ, ചിപ്പി, ഓയിസ്റ്ററിൻ്റെ പേര് പഠിച്ചു, പേൾ ഓയിസ്റ്ററൊക്കെ അല്ലേ. അവരുടെയൊക്കെ പുറന്തോട് നല്ല കട്ടിയല്ലേ, അതെന്താണ്? കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ ആണ്. പിന്നെ എന്തുണ്ട്? കാൽഷ്യം കാർബണേറ്റും കൈറ്റിനും കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കിട്ടിയോ ഈ പോയിന്റ്? അപ്പോൾ ഹൈഡ്രോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും, ഹൈഡ്രോസ്കെൽറ്റൻ എന്ന് വെച്ചാൽ ഒരു ജെല്ല് വാട്ടറി ആയിട്ടുള്ള ഒരു സ്കെൽറ്റൻ ആണെങ്കിൽ അതെന്താണ്? ഹൈഡ്രോസ്കെൽറ്റൻ ആണ്. അതിന് എക്സാമ്പിൾസ് ഹൈഡ്രയും സ്നെയിലും പഠിച്ചു. എക്സോസ്കെൽറ്റനിൽ വരുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ക്രാബ്, മസൽ, ഓയിസ്റ്റർ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാൻ അറിയാവുന്ന. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ക്രാബും മസലുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ എയും ബിയും സിയും ഡിയും ആൻസർ ചെയ്യുക. ഐഡൻറ്റിഫൈ ദ നെയിം എ ബി സി ഡി. ദെൻ ഹൗ ഡു ബ്ലഡ് വെസൽസ് എ ആൻഡ് ബി ഡിഫർ ഇൻ ദെയർ ഫംഗ്ഷൻ? ഓക്കെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് ഡി? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതൊരു ഹേർട്ടിൻ്റെ പടമാണെന്ന് മനസ്സിലാക്കണം. എ എന്ന് പറയുന്നത് എന്തോ ഒരു കുഴലാണ്. അത് ഏതാണ് തന്നിരിക്കുന്നത്? സുപ്പീരിയർ വീനക്കാവയാണോ? ആണോ? അങ്ങനെ ഉത്തരം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ബി എന്താണ് തന്നിരിക്കുന്നത്? ബിയെ കണ്ടിട്ട് മനസ്സിലാവണ പോലും ഇല്ലെന്നാണോ? അല്ല, അയോട്ട എന്ന് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇനി നമ്മുടെ സിയും ഡിയും തന്നിരിക്കുന്നത് രണ്ട് ഏട്രിയത്തിനും ഓറിക്കിൾസിനും വെൻട്രിക്കിൾസിനും ഇടയ്ക്കുള്ള രണ്ട് സ്പേസ് ആണ്. ഇതാ കണ്ടോ? അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ എന്തോ ഒരു സാധനമുണ്ട്. അവിടെ എന്തുണ്ട്? മോളിൽ നിന്നുള്ള ബ്ലഡ് താഴെ വന്ന് താഴെ നിന്നുള്ള ബ്ലഡ് മുകളിലോട്ട് കയറാതിരിക്കാൻ എന്തുണ്ട്? കസ്പുകളുണ്ട്. ബൈകസ്പിഡും ഉണ്ട്, ട്രൈകസ്പിഡും ഉണ്ട്, വാൽവുകളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ആൻസർ എന്താണ്? നമ്മൾ പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പറഞ്ഞുള്ളൂ. എ വന്നിട്ട് സുപ്പീരിയർ വീനക്കാവ, ബി വന്നിട്ട് അയോട്ട, സി വന്നിട്ട് ബൈകസ്പിഡ് വാൽവ്, ഡി വന്നിട്ട് ട്രൈകസ്പിഡ് വാൽവ്. ഇത്രയും നിങ്ങൾക്ക് കിട്ടിയോ? ഇനി നമ്മളടുത്ത് ചോദിച്ച ബി ക്വസ്റ്റ്യൻ, അതിൽ എ എന്താണ്? എ ഈസ് എ വെയിൻ വിച്ച് ക്യാരീസ് ഡി ഓക്സിജനൽ ബ്ലഡ് ടു റൈറ്റ് ഏട്രിയം, ബി ഈസ് ആൻ ആർട്ടറി വിച്ച് ക്യാരീസ് ഓക്സിജനൽ ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അതർ ബോഡി. ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? എയുടെയും ബിയുടെയും കാര്യമാണ്. സുപ്പീരിയർ വീനക്കാവ എന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ ഹേർട്ടാണ്. ഓക്കെ, ഹേർട്ടാണ്. നമ്മുടെ ബോഡിയുടെ മുകൾ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാണ്? ഇറ്റ് ക്യാരീസ് ഡി ഓക്സിജനൽ ബ്ലഡ് ഫ്രം ദി സുപ്പീരിയർ പാർട്ട് ടു ദി റൈറ്റ് ഏട്രിയം. ആരാണ്? സുപ്പീരിയർ വീനക്കാവ. അപ്പോൾ അയോട്ട എന്താ ചെയ്യുന്നത്? നമ്മളെ ബോഡിയിൽ നിന്ന് ഹേർട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്? പ്യുവർ ബ്ലഡിനെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? നമ്മുടെ അയോട്ടയ്ക്കുള്ളത്. ഓക്കെ അല്ലേ? ദെൻ വരുന്നത് ഡി ആണ്. D, the tricuspid valve prevents the backflow of blood from right ventricle to atrium. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബൈകസ്പിഡും ട്രൈകസ്പിഡും പറഞ്ഞു. ലെഫ്റ്റിൽ വരുമ്പം അത് അവരുടെ ലെഫ്റ്റ് ഇതാണ്. അവിടെ എന്താ വരുന്നത്? ബൈകസ്പിഡ്. റൈറ്റിൽ വരുമ്പോൾ ട്രൈകസ്പിഡ്. അപ്പോൾ റൈറ്റിൽ എന്താ ചെയ്യുന്നത്? വെൻട്രിക്കിളിൽ നിന്ന് ബാക്ക് ഫ്ലോ ഉണ്ടാവാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഹേർട്ടിൻ്റെ ഫിഗർ നിങ്ങൾക്കിവിടെ ഒന്നും തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ ഹേർട്ടിൻ്റെ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ ലെഫ്റ്റ്, റൈറ്റ്, നമ്മുടെ അല്ല ഹേർട്ടിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്. ലെഫ്റ്റിൽ വരുമ്പോഴത്തേക്കും ബൈ, ഇപ്പുറത്ത് ട്രൈ, സുപ്പീരിയർ, അയോട്ട. ദെൻ എന്തൊക്കെയാണ്? ട്രൈകസ്പിഡ്, ബൈകസ്പിഡ്. അതിൻ്റെ ഫംഗ്ഷൻസ് ബാക്ക് ഫ്ലോ തടയുന്നു. ഇത് മോളിൽ നിന്നുള്ള ബ്ലഡിനെ അശുദ്ധ രക്തത്തെ കൊണ്ടുതരുന്നു. ഇത് ശുദ്ധരക്തത്തിന് അയോട്ട പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഹേർട്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ച് വൃത്തിയായിട്ടല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
some hints on digestive juices are given in the table. Analyze it and answer the questions. നമുക്ക് നോക്കാമോ? എ ബി സി ഡി തന്നിട്ടേ ഇല്ല, ചോദിക്കുന്ന ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വേറെ ടൈപ്പാണ്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എ ആൻഡ് ഡി. എയും ഡിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജ്യൂസ് എന്തൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എ ആൻഡ് ഡി. അത് ഏതാണെന്നാണ്? എ കണ്ടെയ്ൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതെവിടെയാണ്? അതെന്താണ്? ദെൻ ഡി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതെന്താണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് നെയിംസ് ഓഫ് ദ ഗ്ലാൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ബി ആൻഡ് സി. എൻസൈംസ് ആർ ആബ്സെൻ്റ് എവിടെയാണ്? നമ്മുടെ ഏതോ ഒരു ജ്യൂസാണ്, അതെന്താണ്? അതാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലിവർ ആണല്ലേ. ഡൈജസ്റ്റീവ് ബി ആൻഡ് സി ആണ് ചോദിച്ചിരുന്നത്. കണ്ടെയ്ൻസ് ദ എൻസൈം ട്രിപ്സിൻ ഉള്ളത് എവിടെയാണ്? ട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ്? പാൻക്രിയാസ് ആണല്ലേ. അപ്പോൾ മറ്റേ നമ്മൾ ആദ്യത്തെ ആൻസറും പറഞ്ഞില്ലല്ലോ, നമുക്ക് ആൻസറെല്ലാം ഒന്നിച്ച് പറയാം. അടുത്തത്, ഹൗ ഡസ് ബി ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഈവൻ ദോ എൻസൈംസ് ആർ ആബ്സെൻറ്റ് ഇൻ ഇറ്റ്? ഓക്കെ, ബി എന്ന് പറയുന്നത് ലിവറിൽ നിന്ന് വരുന്ന എൻസൈംസ് ആബ്സെൻ്റ് ആണ്, അവർ എന്നിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതെങ്ങനെ? റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസൻറ്റ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസ് എ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 4 നോക്കാം. ഏതൊക്കെയാണ് 4 ജ്യൂസസ്? അപ്പോൾ നമ്മുടെ ഓരോ ജ്യൂസായിട്ട് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസാണ്, നമുക്കറിയാം. ഡി എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ്. ഇനി ബി എന്ന് പറയുന്നത് ലിവർ ജ്യൂസാണോ? അല്ല, ലിവർ എന്ന് പറയുന്ന ഓർഗനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചോദിച്ച ക്വസ്റ്റ്യനും അങ്ങനെയാണ്. ബി ജ്യൂസും സി ജ്യൂസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? ലിവറും പാൻക്രിയാസുമാണ്. ഇനി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കൺവേർട്സ് ഫാറ്റ് ഇൻറ്റു സിമ്പിൾ യൂണിറ്റ്സ് ആണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ബിക്കകത്ത് എന്തില്ല? എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് ഇവർ എങ്ങനെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് കൺവേർട്സ് ഫാറ്റ് ഇൻറ്റു സിമ്പിൾ യൂണിറ്റ്സ്, ആൾസോ റെഗുലേറ്റ് ദ pH ഓഫ് ബ്ലഡ്. ഓക്കെ ആണോ? അപ്പോൾ ഇതിന് രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ലിവർ എന്ന് പറയുന്നത് ഡൈജഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ HCl എങ്ങനെയാണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്? അവരെന്ത് ചെയ്യും? ദേ ഡിസ്ട്രോയ്സ് ദ ജേംസ്, റെഗുലേറ്റ്സ് ദ pH ഓഫ് ഫുഡ്. ഫുഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ജേംസിനെ കില്ല് ചെയ്യുന്നതിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന HCl ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എന്തിനാണ്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്, സിമ്പിളാണ്. ഐഡൻറ്റിഫൈ ദ പ്രോസസ് എ ആൻഡ് ബി ഇൻ ദ ഇലിസ്ട്രേഷൻ. ഈ എ എന്താ തന്നിരിക്കുന്നത്? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട്, അത് ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഹൈ കോൺസെൻട്രേഷൻ ലോയിൽ നിന്ന് ഹൈയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോവുമോ? നോർമലി അങ്ങനെ പോവുമോ? ഇല്ല. അപ്പോൾ അതെന്ത് പ്രോസസ്സായി? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടായി. കിട്ടിയോ നിങ്ങൾക്ക് ഉത്തരം? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടായി. ഇനി ദ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് ആരുടെ ഒരു സഹായം ആവശ്യമില്ലാണ്ട് നോർമലി അവർ പാസീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് പ്രോസസ്സായി? അത് ഡിഫ്യൂഷനായി. ഓക്കെ ആണോ? 2 പ്രോസസ്സ് നമുക്ക് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്കും ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്രോസസ് എ ആൻഡ് ബി. ഇവർ തമ്മിൽ എന്തൊക്കെ പറയാം? ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. ദ നീഡ് എനർജി. ഇവിടെ എന്ത് വേണ്ട? എനർജി വേണ്ട. ലോയിൽ നിന്ന് ഹൈയിലോട്ട്, ഹൈയിൽ നിന്ന് ലോയിലോട്ട്. ഇവിടെ കരിയർ പ്രോട്ടീൻസ് വേണം, ഇവിടെ കരിയർ പ്രോട്ടീൻസിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇത്രയും കാര്യങ്ങൾ എഴുതി കൂടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. ദെൻ റൈറ്റ് ഡൗൺ ദ റോൾ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ പ്രോസസ് എ. ഇതാ ഇവിടെ എക്സിനെ കാണിച്ചിട്ടുണ്ട്, അതായത് കണ്ടോ എക്സിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതായത് വൈ ഇതാ ഇവിടെ കിടപ്പുണ്ട്. എന്താണ് എക്സും വൈയും? നമ്മുടെതാ മോളിക്യൂൾസ് ചുമ്മാ അവിടെ ഇരിക്കുമായിരുന്നു. അവരിങ്ങോട്ട് കയറാൻ നോക്കി, ഒരു നിവർത്തിയില്ല. അവരാര് ഹെൽപ്പ് ചെയ്യാൻ വന്നു? നമ്മുടെ കാരിയർ പ്രോട്ടീൻസ്. അപ്പോൾ എക്സ് ആരാണ്? കാരിയർ പ്രോട്ടീൻസ് ആണ്. പിന്നെ ആര് വരുന്നു? ഇതേ നമ്മുടെ എന്തോ ഒരു സാധനം ഇപ്പോൾ തന്നിട്ടുണ്ട്, ADP + ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അപ്പോൾ അതാരാണ്? എനർജി യൂസ് ചെയ്താണ് പ്രോസസ്സ് നടന്നത്. അപ്പോൾ വൈ എന്താണ്? ATP ആണ്. കിട്ടിയ ഉത്തരം? ഫിഗർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതൊന്ന് കറക്റ്റ് തിരിച്ച് ചോദിച്ചു, അത്രയേ ഉള്ളൂ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഡിഫ്യൂഷനും അതിൻ്റെ വ്യത്യാസങ്ങളും, ATP എന്താണെന്നും കാരിയർ പ്രോട്ടീൻ എന്താണെന്നും. ഓക്കെ ആണോ? നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം? ചെയ്യുന്നതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ അത് കിട്ടുന്നുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ ഒന്ന് ആ സെഷൻ ഒന്ന് പഠിച്ച് നോക്കണം കേട്ടോ ഒന്നുകൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ 3 മസിൽസിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഒരെണ്ണം ഫിഗറേ ഇല്ല, 2 എണ്ണം നമ്മൾ എഴുതണം ഏതൊക്കെയാണെന്ന്. ഐഡൻറ്റിഫൈ ദ നെയിം A, B. ഇപ്പോൾ സ്മൂത്ത് തന്നിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? സ്കൾട്ടലും കാർഡിയാക്കും എഴുതാൻ പറ്റും അല്ലേ? ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ മസിൽ നെയിംഡ് സി. സിയുടെ പടം വരയ്ക്കാൻ എളുപ്പമാണ്, നമ്മളൊരു സ്പിൻഡിൽ ഷേപ്പിൽ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ദ ഷേപ്സ് ആൻഡ് കൺട്രോൾ അക്കോർഡിംഗ് ടു ഓൺസ് വിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ എന്താണ്? നമുക്കറിയാം എ വന്നിട്ട് സ്കെൽട്ടൽ മസിലാണ്, രണ്ടാമത്തെ വന്നിട്ട് കാർഡിയാക് മസിലാണ്. ആൾറെഡി നമുക്ക് എന്തറിയാം? ഇത് 3 ടൈപ്പ് ഓഫ് മസിൽസേ ഉള്ളത്. ഏതൊക്കെയാണ്? കാർഡിയാക് ഉണ്ട്, സ്കെൽട്ടലാണ്, ഇത് ചേർന്നിരിക്കുന്ന സ്കെൽട്ടലാണ്. ദെൻ കാർഡിയാക് ഉണ്ട്, ദെൻ എന്തുണ്ട്? സ്മൂത്ത് മസിൽസ് ഉണ്ട്. സ്മൂത്ത് മസിൽ എന്നാൽ നമ്മൾ ഈ ഷേപ്പിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇതിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് പഠിച്ചിട്ടുള്ളത്. ബി ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് അവരുടെ സി പാർട്ടാണ്.
അപ്പോൾ എയും ബിയും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ്. ക്യാൻ കൺട്രോൾ ഓഫ് ദ മസിൽ അക്കോർഡിംഗ് ടു അവർ വില്ല്. അതായത് നമ്മുടെ എ എന്താണ്? സ്കെൽറ്റൽ മസിലാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടാമത് നമ്മൾ ആരെ പഠിച്ചത്? കാർഡിയക് മസിലിനെ പഠിച്ചത്. നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബി ഈസ് എ ബ്രാഞ്ച്ഡ് സെൽ കനോട്ട് കൺട്രോൾ ദ മസിൽ അക്കോർഡിംഗ് ടു അവർ സെൽ. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. പിന്നെ ഫിഗറിൻ്റെ കാര്യം, ഇതിപ്പോൾ സ്മൂത്ത് മസിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിലും ഇവിടെ ബ്ലാങ്ക് തന്നിട്ട് ചോദിക്കാമായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഫിഗർ പക്ക നമ്മൾ പഠിച്ച് വച്ചേക്കണം. അപ്പോൾ ഒരു ഫുൾ എക്സാമിന് ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിനെയും കുറച്ച് കട്ടി കൂടിയൊരു വേർഷനാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. എന്നുവെച്ചാൽ ഒരു ക്വസ്റ്റ്യനും ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് എന്തുള്ളൂ ഓക്കെ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ കണ്ട് കിളി പറന്നിരിക്കുന്നവരുണ്ടോ കൂട്ടത്തിൽ? ഏറ്റവും ടഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. എന്നുവെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ടൈപ്സ് എന്താണ്? ഒരേപോലെ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള, ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്റ്റിക്ക് ചെയ്ത് ഒന്നുകൂടെ നോക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക? അതൊന്നുകൂടെ പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ എന്താണ് ആദ്യം വേണ്ടത്? സെഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു തീർക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ റിവിഷൻ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞവരുടെ കാര്യമല്ല പറയുന്നത്. ഇത് കഴിഞ്ഞ് പക്കയായിട്ടിരിക്കുന്നവരുണ്ട്. പരീക്ഷയുടെ തലേദിവസം വരെ പഠിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലും പ്രോപ്പർലി ഒരു എക്സാമിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും കുറച്ചുകൂടെ അധികം നിങ്ങൾക്ക് വേണം, നിങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി വേണം, ക്ലിയർ ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അത് മാക്സിമം റെക്ടിഫൈ ചെയ്ത് പോവാം. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷ വളരെ അടുത്താണ്. നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.